വളരെ ചിന്താർഹമായ ഒരു കാലത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. 45,000 ക്രൈസ്തവ സംഘടനകൾ ഇന്ന് ലോകത്തിലുണ്ട്. 4200 മതങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. അതിൻ്റെ മധ്യത്തിലാണ് നമ്മളിരിക്കുന്നത്. അറിയുന്നവരെല്ലാം മനസ്സിലാക്കുക, അവരെ ക്രിസ്തുവിങ്കിലേക്ക് നയിക്കാനുള്ള ദൗത്യം ദൈവം നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് ഓർമ്മയുള്ളവർ എത്ര പേരുണ്ട്? ഒന്നുകൂടെ ഞാൻ പറയുന്നു, എഴുതിയെടുക്കേണ്ടവർ എഴുതിയെടുക്കണം. എന്നിട്ട് വീട്ടിൽ എല്ലാ ദിവസവും രാവിലെയോ വൈകിട്ടോ ഈ കാര്യം ഓർക്കും, നല്ലതാണ്. 45,000 ക്രൈസ്തവ സംഘടനകൾ, ഡിനോമിനേഷൻസ് ആർ ഇൻ ദ വേൾഡ്. 4200 മതങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. 102-ലധികം ഇസങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. ഇങ്ങനെയുള്ള വലിയ ലോകത്തിൻ്റെ മധ്യത്തിലാണ് നമ്മൾ യേശുവിനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ആമേൻ. സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? എല്ലാവരെക്കാളും ഉയർന്ന ഗ്രൂപ്പ് നമ്മളാണ്. ആ കാര്യം അറിയുന്നവർ എത്ര പേരുണ്ട്? ഞാൻ ഒന്നുകൂടെ ആ വാക്ക് തന്നെ പറയുകയാണ്. ലോകത്തിലുള്ള എല്ലാവരെക്കാളും ഉയർന്ന ഗ്രൂപ്പ്, മതിപ്പുള്ള ഗ്രൂപ്പ് നമ്മളാണ്. അതിൻ്റെ കാരണം എന്താ? ഇനി നമ്മുടെ കർത്താവ് എവിടെ വരും നമ്മളെ ചേർക്കാൻ? ഒന്ന് പറഞ്ഞേ. മേഘത്തിൽ വരും എന്നാണ് ഈ മോള് പറയുന്നത്. നമ്മുടെ കർത്താവ് എവിടെ വരും? മധ്യാകാശത്തിൽ വരും. കൊച്ചു പറഞ്ഞു മേഘത്തിൽ വരും. മോളുടെ പേരെന്താ? വലിയൊരു നായികയാണല്ലേ. ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് എൻ്റെ അടുത്ത് വലിയ സ്റ്റാൻഡേർഡായൊരു ജഡ്ജി ഇരിക്കുന്നുണ്ട്. യേശു ക്രിസ്തു വരുന്നത് മലയാളത്തിൽ എഴുതിയിരിക്കുന്നു ആകാശത്തിലെന്ന. മധ്യാകാശത്തിൽ എന്ന വാക്കിന് മെസൗറാനമെറ്റി എന്ന പദമാണ് ഗ്രീക്കിൽ. ഇവിടെ എഴുതിയിരിക്കുന്നത് അയേറ എന്ന വാക്കാണ്. മധ്യാകാശത്തിൽ യേശു വരുന്ന കാര്യം ബൈബിളിൽ എവിടെയും ഞാൻ കണ്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾ വായിച്ചാൽ, നിങ്ങളുടെ ബൈബിളിൽ ഉണ്ടെങ്കിൽ തന്നാൽ ഞാൻ നാളെ പ്രസംഗിക്കും. സ്തോത്രം. വിഷമമായ എല്ലാവർക്കും. മധ്യാകാശത്തിൽ എന്ന പദം വെളിപ്പാട് പുസ്തകത്തിൽ 3 സ്ഥലത്തേ ഉള്ളൂ. പഴയ നിയമത്തിലും 3 സ്ഥലത്തേ ഉള്ളൂ. ആ 6 സ്ഥലങ്ങളിലും യേശു വരുന്ന കാര്യമല്ല എഴുതിയിരിക്കുന്നത്. എല്ലാവരും ഇവിടെ ഉണ്ടോ? അപ്പോൾ എവിടെ യേശു വരുന്നത്? ആകാശത്തിൽ അല്ലെങ്കിൽ അയേറയിൽ. ഒന്ന് പറഞ്ഞേ. അയേറ. അയേറ ഒന്നുറക്കെ പറഞ്ഞേ. അറ്റ്മോസ്ഫറിക് റീജിയൻ അല്ലെങ്കിൽ എയർ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന പദമാണ് അയേറ. യേശു വരുന്നത് അന്തരീക്ഷ മേഖലയിലാണ്. വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു ഗ്രൂപ്പ് പറക്കും. ഉറപ്പുള്ളവർ മാത്രം സ്തോത്രം പറയാവൂ കേട്ടോ. ഉറപ്പില്ലെങ്കിൽ വിഷമിക്കണ്ട, ഗുണം പിടിച്ചതിന് ശേഷം സ്തോത്രം പറഞ്ഞാൽ മതി. അല്ലേ? ആമേൻ. ഇനി നിങ്ങൾ ചിന്തിച്ച് നോക്ക്, യേശുവിനോട് കൂടെ എന്നേക്കും ഇരിക്കുന്ന 1 Thessalonians 4:16-17 ഇരിക്കുന്നല്ലേ, എന്നേക്കും ഇരിക്കും. അപ്പോൾ ഏറ്റവും ഉയർന്ന ഗ്രൂപ്പ് നമ്മളാ. ആ ആഭിജാത്യമുള്ളവർ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? പ്രൈസ് ദി ലോർഡ്. അഭിമാനമുള്ളവർ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? ലോകത്തിലെ ഏറ്റവും ഔന്നത്യമുള്ള ഗ്രൂപ്പ്, സമൂഹം, ടാക്മ നമ്മളാണ്. ഈ അറിവിൽ നിന്ന് വേണം ഈ മീറ്റിങ്ങിൽ ഇരിക്കാൻ. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അപകർഷതാബോധം എന്ന ഇടിഞ്ഞ മനസ്സ് തുലഞ്ഞു പോകട്ടെ. ഞാൻ പറഞ്ഞ വാക്കെല്ലാവർക്കും പിടി കിട്ടിയോ? ഒന്നുകൂടെ പറഞ്ഞ്. അപകർഷതാബോധം എന്ന തുലഞ്ഞ മനസ്സ് തകർന്നു പോകട്ടെ. ഞാനാണ് ലോകത്തിൽ കർത്താവിന് പ്രിയൻ എന്ന് പറയാൻ സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. പ്രാണപ്രിയൻ എപ്പോൾ വരും? വാനമേഘത്തിൽ. എൻ്റെ പ്രത്യാശ ഭവനത്തിൽ ഞാൻ എന്ന് ചേരുമോ? ഒന്ന് പറഞ്ഞെല്ലാവരും. എൻ്റെ പ്രത്യാശ ഭവനത്തിൽ
ഞാൻ എന്ന് ചേരുമോ. കുവൈറ്റിൽ വെച്ച് എൻ്റെ സ്നേഹിതൻ എഴുതിയ പാട്ടാണിത്. ജനം മുഴുവനും മണലാരണ്യത്തിൽ വന്നു പോകാൻ കഴിയാതെ ഡംബായി കിടക്കുമ്പോൾ താൻ എഴുതി, പ്രാണപ്രിയൻ എപ്പോൾ വരും വാനമേഘത്തിൽ, എൻ്റെ പ്രത്യാശ ഭവനത്തിൽ ഞാൻ എന്ന് ചേരുമോ. ഈ ലക്ഷ്യമുള്ള, ഈ മാനസിക തലമുള്ള എത്ര വ്യക്തികൾ ഇവിടെയുണ്ട്? ആ ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മുടെ കരങ്ങൾ ഉയർത്തി പറയും, ദൈവമേ, അയേറയിൽ അങ്ങേ കാണാൻ കൊതിച്ചിരിക്കുകയാണ് ഞാൻ. ഒരു സന്തോഷത്തോടെ അല്ലേ പറയാമല്ലേ? നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാട്ട്? ഒറ്റ വേർഡാണ് ഇന്ന് രാവിലെ നമ്മൾ തുടങ്ങിയത് അല്ലേ? ഓർക്കെ പറയണം, അഭി മുകളിൽ, ശേഖം ഒഴിക്കുക. അതാണ് സംസ്കൃത അർത്ഥത്തിൽ മുകളിൽ ഒഴിക്കുക. പക്ഷെ അതിനേക്കാളൊക്കെ വലിയ അർത്ഥത്തിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? അഭിഷേകത്തിൻ്റെ മറ്റൊരു ഭാഗത്തൂടെ ഇന്ന് നമുക്ക് പ്രവേശിക്കാം. എല്ലാവരും വേദപുസ്തകം എടുത്താൽ 61-ാം അധ്യായം ഇന്ന് രാവിലെ വായിച്ചു. 4-ാം അധ്യായം ഇന്ന് രാവിലെ വായിച്ചു. ഏത് അധ്യായം, ഏത് പുസ്തകമാണ്? 61 വായിച്ചേ മോളെ. ആ വാക്യം എല്ലാവരും ഒന്ന് എടുത്ത മോനെ ഒന്ന് കാണിച്ചേ. 61-ന്റെ 1 നിങ്ങൾ ബോർഡിൽ നോക്കണം, അല്ലെങ്കിൽ ബൈബിളിൽ നോക്കണം. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിക്കെട്ടുവാനും. അവിടെ വരെ നമ്മൾ പഠിച്ചു. ഒന്നും ആയിട്ടില്ല. എന്നാൽ നിങ്ങൾ ഒരു തുമ്പ് കിട്ടിയാൽ കമ്പുണ്ടാക്കാൻ കഴിവുള്ള അമ്പേ ആശ്ചര്യമുള്ള ആളുകളാണ്. അതുകൊണ്ട് തുമ്പ് ഞാൻ തരികയാണ്, പിന്നെ കമ്പുണ്ടാക്കിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. അതൊരു വലിയ അമ്പായി മാറും വേണം. ആയിരങ്ങൾ കൃപയിലേക്ക് വരണം. ഹല്ലേലൂയ. ഇനി അടുത്ത വാക്ക് നമുക്കറിയാം, തടവുകാർക്ക് വിടുതൽ. ഒന്ന് വായിച്ചേ നമ്മൾ. തടവുകാർക്ക് വിടുതൽ എന്ന് പറഞ്ഞാൽ ജയിലിൽ കിടക്കുന്നവർക്ക് വിടുതൽ. ഒരു സ്തോത്രം പറയാൻ സന്തോഷമുള്ളവരത്ര പോരാ. ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഞാൻ പറഞ്ഞ വാചകം ഒന്ന് പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ, കാരണം മലയാളമല്ല ഇന്ന് നിങ്ങൾ ഇന്നലെ എന്നെ ഇങ്ങോട്ട് പഠിപ്പിച്ചത്. അതുകൊണ്ട് ജയിലെന്ന് പറയുക. ഞാൻ ചോദിച്ചതിനെല്ലാം പ്ലാമൂഡ് ഏജിക്കാർ പറഞ്ഞത് ഇംഗ്ലീഷിലാണ്. പ്രൈസ് ദി ലോർഡ് അല്ലേ? ഞാൻ പറഞ്ഞ ശരിയല്ലേ മക്കളെ? അപ്പോൾ ഇംഗ്ലീഷിൽ ഉത്തരം പറഞ്ഞാലേ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തൊരു സൂര്യപ്രകാശമുണ്ട്. തടവിൽ കിടക്കുക എന്ന വാക്ക് വേദപുസ്തക അർത്ഥത്തിൽ ഒരുപാട് വലുപ്പത്തിലാണ്. യേശുക്രിസ്തു മരണശേഷം തടവിൽ കിടന്നു എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. പ്രിസണിൽ, ജയിലിൽ കിടന്നെന്ന് എഴുതിയിരിക്കുന്നത്. അതെവിടെയാ ജയിൽ? കൃത്യമായിട്ട് നമുക്കറിയാം, പാതാളത്തിലാണ്. എവിടെയാ ജയിൽ? പാതാളത്തിലാണ്. അപ്പൊ പാതാളം ഒരു തടവാണ്. ബൈബിൾ ഭാഷ്യത്തിൽ അതൊരു ജയിലാണ്. അതിൽ നിന്നൊരു വിടുതൽ എന്ന് പറയുമ്പോൾ, എനിക്കിന്ന് രാത്രി 9 മണിക്ക് പോകാൻ പറ്റില്ല. 5 മുറികളാണ് പാതാളത്തിൽ ഞാൻ വായിച്ചത്. എത്ര മുറികളാ? 5 മുറികളാണ്. ആ 5 മുറികളിൽ നിന്നുള്ള വിടുവല്ല ഞാനിപ്പോൾ പറയുന്നത്. കേൾക്കൂ. പാതാളത്തിൽ നിന്നുള്ള വിടുതൽ പഴയ നിയമത്തിൽ 2 യുഗങ്ങളാണ്. 2 യുഗങ്ങൾ നിങ്ങൾ ഞാൻ പഠിപ്പിച്ചിരുന്നു. ഇവിടെ എത്ര യുഗങ്ങൾ ബൈബിളിൽ വായിച്ചു നമ്മൾ? 5 എണ്ണം. ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? മലയാളത്തിൽ പൂർവ്വകാലം, ഏൻഷ്യൻ്റ് ഡേയ്സ്. 2 ന്യായപ്രമാണകാലം, അത് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. 3 നമ്മുടെ കാലം, സുപ്രസാദകാലം. ആദ്യത്തെ യുഗത്തിലും രണ്ടാമത്തെ യുഗത്തിലും ഇവിടുന്ന് മരിച്ചു കഴിഞ്ഞാൽ പോകുന്നത് പാതാളത്തിലെ അടിത്തട്ടിലാണ്. നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചാലറിയാം. അധമ പാതാളത്തിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ വിടുവിക്കുന്നു. അതാണ് അന്നത്തെ വിടുതൽ. സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുക, അധമ പാതാളത്തിൽ നിന്ന് എന്നെ വിടുവിക്കുന്നു.
ഞാൻ അധമ പാതാളം എന്ന വാക്ക് വിട്ടിട്ട് അധമ ചിന്തയിൽ നിന്നൊരു വിടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഒരു സ്തോത്രം പറയാനൊരു വിഷമം. എങ്കിൽ ഇന്ന് മികച്ച ചിന്തയുടെ, മികവുറ്റ ആലോചനയുടെ, കിടയറ്റ ചിന്തകളുടെ വാക്താക്കളായി നമ്മൾ തീരണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? സന്തോഷത്തോടെ ഹല്ലേലൂയ പറയാം നമുക്ക്. ഞാൻ ജനിച്ചു വളർന്നത് ബ്രദറൻ ബാക്ക്ഗ്രൗണ്ടിലാണ്. ഇന്നും ഞാൻ ബ്രദറുകാരനാണ്. ഇവിടെ ബ്രദറുകാരനായിട്ടാണ് ഇരിക്കുന്നത്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ അന്യഭാഷ എന്നും പറയുന്ന ബ്രദറുകാരനാണ്. നിങ്ങൾക്കാർക്കും മനസ്സിലായില്ല എന്ന് തോന്നുന്നുണ്ട്. നിങ്ങളൊക്കെ പെന്തക്കോസ്തുകാരാണ്. ഞാൻ മാത്രമുള്ളൂ ഇപ്പം ഇതിനകത്തൊരു ബ്രദറുകാരൻ. അത് പറഞ്ഞ് ഒത്തിരി പേർക്ക് വിഷമം. ഞാൻ നിങ്ങളുടെ ബ്രദറല്ലേ? നിങ്ങളുടെ നോട്ടം കണ്ടിട്ട് ഞാൻ വേറെ ഏതോ ഒരു ബ്രദറുകാരനെ പോലെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ എല്ലാവരും ബ്രദറാണ്. ഞാൻ ഒരു ബ്രദറുകാരനാണ്. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. നമുക്കൊന്ന് ഉയർന്നു ചിന്തിക്കാം. അധമ ചിന്തയുടെ തടവിൽ നിന്ന് പുറത്തു വരാൻ അഭിഷേകം നമുക്ക് സഹായിക്കുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ഒന്നുകൂടെ ഞാൻ ഉറക്കെ പറയുകയാണ്. അധമ ചിന്തയുടെ തടവിൽ നിന്ന് പുറത്തു വരണം. മികവുറ്റ ചിന്ത നൽകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രേഖയാണ്, രചനയാണ് ബൈബിൾ. ആ ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? എങ്കിലൊരു ചോദ്യം നമുക്ക് ചോദിക്കാം. ബൈബിൾ ഡെയിലി ഒരധ്യായമെങ്കിലും വായിക്കുന്നവരെ കൈയൊന്ന് ഉയർത്താൻ പറ്റുമോ? അപ്പം ഇന്ന് നമുക്ക് ഒരു തീരുമാനം എടുക്കണം. മനസ്സിലായോ? ഞാനൊക്കെ ബൈബിളിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ 2, 3, 13.5 മണിക്കൂർ വരെ ഒറ്റ ഇരിപ്പിരുന്നിട്ടുണ്ട് ഒരു കാര്യം കണ്ടുപിടിക്കാൻ. നിങ്ങൾ സ്തോത്രം പറയാത്തതുകൊണ്ട് നിങ്ങൾ ഗവേഷണത്തിലാണെന്ന് മനസ്സിലായി. ഒറ്റ ഇരിപ്പിൽ ഒരു കാര്യം കണ്ടുപിടിക്കാനായിട്ട് 13.5 മണിക്കൂർ ഞാനിരുന്നു. ബാത്റൂമിൽ പോകാനും വെള്ളം കുടിക്കാനും ഒഴിച്ചാൽ 13.5 മണിക്കൂർ ഇരുന്നു. ഭക്ഷണം വിളമ്പി വെച്ചിട്ട് കഴിക്കാൻ പോയില്ല. അത് കണ്ടുപിടിച്ചിട്ടേ അടങ്ങൂ എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം അതിൻ്റെ മികവേറിയ ഭാഗങ്ങൾ കണ്ടുപിടിക്കാൻ ഒരു പുസ്തകം എഴുതാനിവിടെയായി. തിയോക്രാറ്റിക് കിങ്ഡം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ദൈവാധിപത്യ ഭരണം എന്നതാണ്. അതുപോലെ തന്നെ ഈ പുസ്തകം എഴുതുമ്പോഴും സംഭവിച്ചു. ഒരു വാക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി 486 വാക്യങ്ങളാണ് ഉള്ളത് ബൈബിളിൽ. ആ വാക്കുള്ളത് 485 വായിച്ചു. എൻ്റെ ഒപ്പം ഇരുന്ന് എഡിറ്റ് ചെയ്യാനും ടൈപ്പ് ചെയ്യാനും ഒക്കെ ഉള്ളത് ബിന്ദു സന്തോഷ് പറഞ്ഞ മോളാ. അവിടെ 485 പറഞ്ഞു ഇനി അപ്പൻ വായിച്ചോളാൻ പറഞ്ഞു. മടുത്തു. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഒരു വാക്യം കൂടെ ഉള്ളൂ, അത് കൂടെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ അന്ന് അപ്പം പറയാൻ ഇരിക്കാന്ന് പറഞ്ഞാൽ അത് വായിച്ചപ്പോൾ കിട്ടി. അത് ഇതിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? എത്ര പേർക്ക് തിരുവെഴുത്തിൽ നിന്ന് മികവുറ്റ ചിന്തകൾ എൻ്റെ ബ്രെയിനിലൊന്ന് പതിക്കണം, 18 ഇഞ്ച് താഴെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് സ്ഥാപിക്കണം എന്നാഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? സ്തോത്രം, 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 സ്തോത്രം. നല്ലൊരു ഹല്ലേലൂയ ഉറക്കെ പറയാമല്ലേ? അത് കഴിഞ്ഞിട്ട് ഞാൻ തൃശ്ശൂരുള്ള അഞ്ചേരി സഭയിലാണ് ഞാൻ ആയിരുന്നത് ചെറുപ്പത്തിൽ. അവിടെ ഒരു അമ്മച്ചിയുണ്ട്, ഞങ്ങൾ ചെർച്ചിയമ്മ എന്നാണ് വിളിക്കുന്നത്. കപ്പ വിൽക്കല ജോലി. തൃശ്ശൂർ കിഴക്കേ കോട്ടയിൽ ഒരു ചെറിയ റൂമിലിരുന്ന് എല്ലാ പരിപാടിയും അവിടെയാണ്. മനസ്സിലായി? അതുള്ളവർക്ക് ആ റൂം തൊട്ടടുത്തുള്ള കടക്കാരന് കിട്ടാൻ വേണ്ടി ഈ അമ്മായിയുടെ കടയുടെ മുമ്പിൽ കൂടോത്രം കുഴിച്ചിട്ടു. ആ കുഴിച്ചിരുന്ന സമയത്ത് അമ്മായി കൂടുന്ന ഞങ്ങളുടെ ചർച്ചിലെ ഒരു വിശ്വാസി സൈക്കിളിൽ ജോലി കഴിഞ്ഞ് പോവുക രാത്രി. ഇത് കണ്ടിട്ട് ഇദ്ദേഹത്തിന് കിടക്കാൻ പറ്റില്ല. പാവം വെളുപ്പിനെ വന്ന് അമ്മായിയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മായി ഇതേ കൂടോത്രം കുടിച്ചിട്ടുണ്ട്. എവിടാ മോനെന്ന് ചോദിച്ചു. അമ്മായിക്ക് വിദ്യാഭ്യാസം ഇല്ല, നോ എഡ്യൂക്കേഷൻ. എല്ലാവർക്കും മനസ്സിലായല്ലോ. അമ്മായി വന്നിട്ട് ചോദിച്ചേട്ടാ എവിടാ കിടക്കണേ? ഇത് എവിടെയാ? അതായത് ആ സ്ഥലം ഒറ്റ ചവിട്ട് കിടക്കണ അവിടെ. ഞാൻ യേശുവിൻ്റെ പൈതലാ. മനസ്സിലായോ? എഴുന്നേറ്റേക്കരുത്. നമ്മളാണെങ്കിൽ എത്ര പ്രവാചകന്മാരെ വിളിച്ചു കൊണ്ടുവന്ന് കുഴിച്ചെടുത്തേന്.
ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? മികവുറ്റ ചിന്തയുള്ളവരാണെങ്കിൽ കൂടോത്രത്തെ കണ്ട് പേടിക്കുന്നവരല്ല, അതിൻ്റെ മേൽ അധികാരമുള്ള അഭിഷക്തരാണ് നമ്മളെന്ന മികവുറ്റ അറിവ് ലഭിപ്പാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? എന്നിട്ട് അമ്മായി ഒരു കാര്യം പറഞ്ഞ, അമ്മായിയുടെ അറിവിൽ ഇത് അയച്ച സ്ഥലത്തേക്ക് ചെല്ലടാ, ഇവിടെ അനങ്ങാൻ പറ്റില്ല. ശരിയാ, അയച്ചെടുത്ത് ചെന്നു. അല്പം മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അവിടെ ഒരുത്തൻ കാലിയായി. ഉറപ്പുള്ളവരെത്ര പേരുണ്ടെന്ന് എന്നെ ചോദ്യം. ഉറപ്പുള്ളവരെത്ര പേരുണ്ട്? തടവ്, അധമ തടവിലിരിക്കാതെ ഉയർന്ന ചിന്തയിൽ പറ, അഭിഷേകമുള്ളവരാണ് നമ്മൾ. പരിശുദ്ധാത്മാവും ശക്തിയും എന്ന അഭിഷേകമുള്ളവരാണ് ഞങ്ങൾ. ആ ഉറപ്പുള്ളവർ എത്ര പേര് ഇവിടെ ഉണ്ടെന്ന് എന്നെ ചോദ്യം. നല്ലൊരു ഹല്ലേലൂയ പറയാം. അമ്മായി സാക്ഷ്യത്തിന് എഴുന്നേൽക്കുമ്പോൾ പറയും, കർത്താവിൻ്റെ പൈപ്പായിരിക്കാനിടയായതിൽ സന്തോഷം. പൈപ്പേ. അപ്പം ഞാൻ അമ്മായിയുടെ കടയിൽ ചെന്ന് ചോദിച്ചു, അമ്മായി എന്ത് പൈപ്പ? ഇവിടെ ചെറുക്ക, കാന്ത. ഒരു ഉപദേശി വന്ന് പ്രസംഗിച്ച് കേട്ടില്ലേ? അമ്മായി കേട്ടത് വൈഫ് എന്നല്ല, പൈപ്പ് എന്നാ. കർത്താവിൻ്റെ വൈഫാണെന്നാ ആ പാസ് പ്രസംഗിച്ച്. അമ്മായി കേട്ടത് പൈപ്പ് എന്നാ. എന്നാൽ കർത്താവ് അതറിയുന്നത് വൈഫായിട്ടാ. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി? വൊക്കാബുലറി തടവിൽ നിന്ന് പുറത്തു വരാൻ ഇന്ന് രാത്രി ചില ജീവിതങ്ങളെ ദൈവം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവേ, അത് നടക്കണം ഇന്ന് രാത്രി എന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ആഗ്രഹിക്കുന്നവർ ആ ഗൊങ്കുസ്മോസിൽ നിന്ന് പുറത്തു വരാൻ, ആ ഗൊങ്കുസ്മോസിൽ നിന്ന് പുറത്തു വരാൻ. സീക്രട്ട് ഡിസ്പ്ലേഷർ നോട്ട് ഓപ്പൺലി അവൗഡ് എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ പൗലോസ് എഴുതിയതിൻ്റെ അർത്ഥം. ഒരർത്ഥം, 7 അർത്ഥങ്ങളാണ്. അതിൻ്റെ മലയാളം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു അല്ലേ? എന്താ മലയാളം? പരസ്യമാക്കാത്ത രഹസ്യ നീരസങ്ങളുടെ തടവിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഒരു വാക്ക് നിങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? കർത്താവേ, പരസ്യമാക്കാത്ത രഹസ്യ നീരസങ്ങളുടെ കഠിന അധമ തടവിൽ നിന്ന് എനിക്കൊന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കൈകൾ ഉയർത്തിയോ, കൈകൾ കൂപ്പിയോ, കൈകൾ മലർത്തിയോ, അത് നിങ്ങളുടെ താല്പര്യപ്രകാരം ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ഒന്നുകൂടെ ഹല്ലേലൂയ പറയാൻ എത്ര പേർക്ക് കഴിയും? നമുക്കറിയുന്ന ഒരുത്തനാണ് ജോസഫ്. അവൻ്റെ തടവിനെ കുറിച്ച് ഇവിടെ പറയണമെന്ന് എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രേരണയുണ്ട്. ഇന്ന് ഒരു വലിയ കെട്ട് അഴിഞ്ഞിരിക്കുമെന്ന് ഉറക്കെ ആദ്യമേ ഞാൻ പറയുകയാണ്. അത്ര ധൈര്യമാണ് എനിക്ക്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? 37-ാം അധ്യായത്തിലാണ് തുടങ്ങുന്നത്. ഏതാ പുസ്തകം? ഉൽപ്പത്തി 37. ഒന്ന് വായിച്ചേ. യാക്കോബ് തന്റെ പിതാവ് പരദേശിയായി പാർത്ത ദേശമായ കനാൻ ദേശത്ത് വസിച്ചു. അടുത്തത് യാക്കോബിന്റെ വംശപാരമ്പര്യം എന്തെന്നാൽ യോസഫിന് 17 വയസ്സായപ്പോൾ. എനിക്ക് ഇന്നും വായിച്ചിട്ട് ആ വാചകത്തിൻ്റെ അകത്തുനിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. സാഹിത്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വാക്യത്തിൽ വായിച്ചു നോക്കി. യാക്കോബിന്റെ വംശപാരമ്പര്യം ജോസഫിന്റെ 17-ലാണോ ആരംഭിക്കുന്നേ? എന്താ തോമാച്ച, അങ്ങനെയാണോ? യാക്കോബിന്റെ വംശപാരമ്പര്യം ആയിരിക്കുന്ന രൂപേൻ എന്ന് പറഞ്ഞല്ലേ ആരംഭിക്കണ്ടേ? ഇതാണ് ബൈബിൾ സാഹിത്യത്തിലെ പദങ്ങളുടെ വലിയ ഭാഗം ചിന്തിക്കണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒന്നിച്ച് ആ വാക്യം മാത്രം, അതുവരെ ഇപ്പൊ വായിച്ചത് വരെ മാത്രം ഒന്ന് വായിച്ച്. യാക്കോബ് തന്റെ പിതാവ് പരദേശിയായി പാർത്ത ദേശമായ കനാൻ ദേശത്ത് വസിച്ചു. യാക്കോബിന്റെ വംശപാരമ്പര്യം എന്തെന്നാൽ രൂബേൻ ആദിജാതൻ എന്നല്ലേ എഴുതണ്ടേ? പക്ഷെ ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുക യോസഫിന് 17 വയസ്സായപ്പോൾ. ബൈബിളിലെ വംശപാരമ്പര്യം 10 ഉൽപ്പത്തിയിലുണ്ട്. ഉൽപ്പത്തിയിൽ 10 വംശപാരമ്പര്യങ്ങളാണ്. അതിലൊന്ന് ഈ പ്രപഞ്ചത്തിന്റെ വംശപാരമ്പര്യമാണ്. ആമേൻ. പ്രപഞ്ചത്തിന്റെ എന്ന് ഇവിടെ പറയുകയാണ്. 17 വയസ്സ് ജോസഫിന് വന്നപ്പോൾ അത് മുതലാണ് യാക്കോബിന്റെ വംശപാരമ്പര്യം. ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആണ് അത് എന്നറിയുന്നവർ എത്ര പേരുണ്ട്?
ഇന്ന് ചിലരുടെ ടേണിംഗ് പോയിന്റ് ആയിരിക്കുമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുകയാണ്. ഒരു സ്തോത്രം പറയാൻ സന്തോഷമുണ്ടെങ്കിൽ. സൂക്ഷ്മ നിരീക്ഷണത്തിൽ യാക്കോബിന് 12 മക്കൾ ആണ്. പിന്നെ ഒരു കൊച്ചു വേറെ ഉണ്ടല്ലേ, ദീനം പിടിച്ച അങ്ങനെ കേട്ടില്ലേ ഒരു കുട്ടി? ദീനം പിടിച്ചിട്ടൊരു കുട്ടിയില്ലേ? അത് ഡിലൈറ്റ് ഭംഗിയായിട്ട് വെളിപ്പെടുത്തി. ദീനം പിടിച്ചൊരു കുട്ടിയുണ്ട്. നിങ്ങളുടെ മനസ്സിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കുക. സഹോദരിമാർക്ക് അത്ര ഇഷ്ടമായില്ല എങ്കിലും കുഴപ്പമില്ല. 12 പിള്ളേരല്ലേ? അതിലൊരുത്തിൻ്റെ പേരാണ് എന്ത്? ജോസഫ്. അത് 11-ാമത്തെയാ. എൻ്റെ ക്വസ്റ്റ്യൻ, അവൻ്റെ 17-ലാണോ യാക്കോബിൻ്റെ വംശപാരമ്പര്യം ആരംഭിക്കുന്നത്? നിങ്ങൾ സൂക്ഷിച്ചു പഠിച്ചാൽ ജോസഫിനെ 8 വിധ പ്രതിസന്ധികൾ ഉണ്ടായ പ്ലാറ്റ്ഫോമാണ് യാക്കോബിൻ്റെ വീട്. കടുത്ത പ്രതിസന്ധികൾ 8 നൂലാമാല പോലെ കയറി വന്ന് നിന്ന പ്ലാറ്റ്ഫോമിൽ നിന്നാണ് തമ്പുരാൻ പറയുന്നത്, നിന്റെ ടേണിംഗ് പോയിന്റ് അവിടെയാണ്. ചൂടാലാര ഹസ്കജഷ്. ഉറപ്പുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാൽ ക്രിട്ടിക്കൽ ഏരിയയിൽ നിന്ന് ക്രോസിലേക്ക് വന്ന് വീണ്ടും റിസറക്ഷൻ നടത്തുന്ന പ്രൊജക്റ്റാണ് എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി. നീ അറിയുന്നവർ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? കടുത്ത പ്രതിസന്ധിയിൽ നിന്ന് ക്രൂശിൽ കയറ്റപ്പെട്ട് വീണ്ടും കല്ലറയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ശരിയായ താത്വിക ഉയർന്ന മണ്ഡലമാണ് എൻ്റെ കർത്താവിൻ്റെ വചനമെന്ന് അറിയുന്നവർ ശക്തമായി പറയും. ഒരു ടേണിംഗ് പോയിന്റ് അധമ മണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കണം. ഈ സന്ധ്യ അങ്ങനെ ഒരു ഓപ്പണിംഗ് ആകട്ടെ. സന്തോഷമുള്ളവർ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. 8 വിധ പ്രതിസന്ധികൾ മുട്ടി നിൽക്കുകയാണ്. ഇനി അവൻ ആ കുഴിയിൽ നിന്ന് പുറത്തു വരില്ല. ഇനി അവന്റെ അപമാനത്തിൽ നിന്ന് പുറത്തു വരില്ല. എന്തെല്ലാം അപമാനം കേട്ടത് യോസഫ്? പുറത്തു വരില്ല. പക്ഷെ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ യഹോവ അവനോട് കൂടി ഉണ്ടായിരുന്നു. ഒരു ഹല്ലേലൂയ പറയാം. നമുക്ക് ഒരു ഹല്ലേലൂയ പറയാം. നാട്ടുകാർക്ക് വായിച്ചറിയാൻ കഴിയാത്ത ഉത്തമ മണ്ഡലം ജോസഫിൽ ഉണ്ടായിരുന്നെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്? നിന്നെ നോക്കി നാട്ടുകാർക്കും വീട്ടുകാർക്കും വായിച്ചറിയാൻ കഴിയാത്ത ഉത്തമ മണ്ഡലം നിന്റെ പ്രതിസന്ധിയിൽ കർത്താവ് ഒരുക്കുന്നുണ്ടെന്ന് അറിയുന്നവരെല്ലാം ഒന്ന് കൈ ഉയർത്തി പിടിച്ചാൽ. നിന്റെ 17-ാമത്തെ വയസ്സിലാണ് യാക്കോബിന്റെ വംശപാരമ്പര്യം കുറിച്ചിരിക്കുന്നത്. നിന്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു ടേണിംഗ് പോയിന്റ് നീ നിമിത്തം ഉണ്ടാക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. സ്വോത്രം 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 സ്വോത്രം. ഞാൻ പറയാം, നിന്റെ പ്രതിസന്ധിയിൽ ഒരു ടേണിംഗ് പോയിന്റ് നിന്റെ കുടുംബത്തിന് ഒരു ടൈറ്റിലായി വരാൻ പോവുക. ആമേൻ ആമേൻ. ആ ഉറപ്പുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. ശക്തമായൊരു ഹല്ലേലൂയ പറഞ്ഞ് ആരാധിച്ചാട്ടെ. ഒരു വലിയ ടേണിംഗ് പോയിന്റ് ഇവിടെ വരാൻ പോവുക. ആമേൻ ആമേൻ. ഇതറിയുന്നവർ എത്ര പേര് ഇന്നിവിടെ ഉണ്ട്? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ തൃശ്ശൂർ ജനിച്ചു വളർന്ന ആളാണ്. എന്തുട്ടാ കിടാവേ എന്നൊക്കെ പറയുന്ന അത് ലോക്കൽ ഏരിയയിൽ ജനിച്ച ആളാണ് ഞാൻ. പക്ഷെ അത് വരാത്തതുകൊണ്ട് നിങ്ങൾക്കൊരു സംശയം, ഞാൻ തൃശ്ശൂർക്കാരൻ തന്നെയാണോ അല്ലേ? ഡിലൈറ്റ് അങ്ങനെ ഒരു സംശയം വരുന്നില്ല ഇപ്പം? ഉറപ്പായിട്ടുമുണ്ട്. ഞാൻ അവിടെ വിശദീകരിക്കുന്നില്ല. ഭാഷാജ്ഞാനത്തിൽ വലിയ കഴിവുണ്ടായിരുന്ന എൽസാം സാറിൻ്റെ അംഗത്വമുള്ളൊരു ചർച്ചയല്ലേ ഇത്? ഫ്രീസ് ഗോഡ്. അദ്ദേഹത്തെ എനിക്ക് നേരിട്ടറിയാം, അദ്ദേഹത്തിന് എന്നെയും അറിയാം. ഫ്രീസ് ഗോഡ്. അത്രയും പറഞ്ഞ് അവിടെ നിർത്തട്ടെ. ഇവിടെ ഞാനീ പറയുന്ന കാര്യം ഒന്നുകൂടെ എടുത്തു പറയുകയാണ്. 17-ാമത്തെ വയസ്സിലല്ല പാരമ്പര്യം. ആണോ? ഗവൺമെന്റ് കണക്കെടുത്താൽ 17-ാമത്തെ വയസ്സെന്നാ പറയുക. ജോസഫിന്റെ 17-ാമത്തെ വയസ്സിൽ യാക്കോബിന്റെ വംശപാരമ്പര്യം ആരംഭിച്ചു എന്ന് ഗവൺമെന്റ് എഴുതി വയ്ക്കുമോ? ഇതാണ് അറിയേണ്ടത്. നിനക്ക്
ലോകം എഴുതുന്ന പരിചയമല്ല വേണ്ടത്. അതിനപ്പുറത്ത് ഉത്തമമായ ചിന്തയിലേക്ക്, ഉത്തമമായ മണ്ഡലത്തിലേക്ക് കയറി വരാൻ കഴിയണം എന്നറിയുന്നവർ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? ലോകം വായിച്ചെറിയുന്ന അറിവിൽ നിന്റെ ചിന്തകളെ ബ്ലോക്ക് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ ഉറക്കെ പറയുകയാണ്, ദൈവം വായിച്ച ഈ അറിവിൽ ആദമ മണ്ഡലത്തിൽ നിന്ന് ഞാൻ പുറത്തു വരികയാണ് എന്ന് പറയാൻ സന്തോഷമുള്ളവർ ദൈവത്തെ ആരാധിച്ചാണ്. ലോകം വായിച്ചറിയുന്ന അറിവല്ല വേണ്ടത്. ദൈവം എന്നെ വായിച്ചറിയുന്ന ഒരു അറിവിലേക്ക് ഞാൻ ഉയരണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ആദമ മണ്ഡലത്തിൽ നിന്ന് പുറത്തു വരാൻ അഭിഷേകം നിന്നെ ക്ഷണിക്കുന്ന രാത്രിയാണ് ഈ രാത്രി. ഇവിടെ ഒരു വാക്ക് ഉദാഹരണം പറഞ്ഞ് നിർത്തുകയാണ്. ഇവിടുന്ന് ഒരു 18-20 കിലോമീറ്റർ അപ്പുറത്ത് ഒരു കൺവെൻഷൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലോക്കൽ ഏരിയയാണ്. മൈക്കിലൂടെ കേൾക്കുകയാണ്. കേൾക്കണം. അമ്മയെ കുത്തിക്കൊന്ന് അമ്മ അവിടെ വെച്ചിരിക്കുന്ന പണം കട്ടെടുക്കണമെന്ന് ചിന്തിച്ച് ഒരു ചെറുക്കൻ കാര്യങ്ങളിങ്ങനെ വട്ടെടുക വീടിന് ചുറ്റും. നിങ്ങൾക്ക് അത്ര അറിയാൻ പറ്റും, അത്ര പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കും. ആ സമയത്താണ് ദൈവം ദൂത് പറയുന്നത്, നിന്റെ കത്തി താഴെയിട്, നിന്റെ അധമ മണ്ഡലം മാറ്റ്. ആ വിഷയം കേട്ടപ്പോൾ ഈ പ്രസംഗിക്കുന്ന സ്ഥലത്ത് എന്നെ കാണാൻ വന്നിരിക്കുക. ഇന്ന് രാത്രി നിന്റെ വാക്ക് നിമിത്തം ചില കുടുംബങ്ങളുടെ അധമ മണ്ഡലം മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? കൈകൾ മലർത്തിയോ ഉയർത്തിയോ ഒരു വാക്ക് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? എന്റെ ദൈവം എനിക്ക് തന്ന അഭിഷേകത്താൽ, എനിക്ക് തന്ന വൊക്കാബുലറിയാൽ, എനിക്ക് തന്ന എളിയ അറിവിനാൽ ഒരു മെസ്സേജ് ഇടാൻ ചാൻസ് ഇല്ല. ആകെ കൂടി ദൈവമേ എന്ന് വിളിക്കാനേ ഉള്ളൂ. എനിക്ക് ഇവിടെ ഒരു ചോദ്യമുണ്ട്. ആ കുഴിയിൽ കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ വായന എന്താ? 17 വയസ്സിൽ യാക്കോബിന്റെ വംശപാരമ്പര്യം ആരംഭിക്കുക പോലെ നീ കുഴിയിൽ അവസാനിക്കേണ്ടതല്ല, നിന്റെ ചരിത്രം വിശാലമായി വരേണ്ടതാ. ഇന്ന് കുഴിയിൽ തീരേണ്ടവരല്ല നമ്മൾ. വിശാലമായ അനുഭവം ഈ ജീവിതത്തിലുണ്ട്. ഇത് കഴിഞ്ഞാൽ അതിനേക്കാൾ വലുപ്പത്തിലാണ്. ഈ ചിന്തയുണ്ടെങ്കിൽ ആ കൈ ഉയർത്തി പറയാം, അധമ മണ്ഡലത്തിൽ നിന്ന് വലിച്ചൂരി പുറത്തു കൊണ്ടുവന്ന് ഉത്തമ പ്ലാറ്റ്ഫോമിൽ നിർത്താൻ അഭിഷേകം ഇന്ന് ചലിക്കുമെന്നിൽ എന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാൽ. ഒരു നല്ല ഹല്ലേലൂയ പറയാൻ എത്ര പേർക്ക് പറ്റും? വിശ്വസിച്ചുകൊണ്ട് പറ. അധമമായ തടവിൽ നിന്ന്, അധമമായ ചിന്തയുടെ തടവിൽ നിന്ന് ഉത്തമ പ്ലാറ്റ്ഫോമിലേക്ക് എന്നെ വലിച്ചു കൊണ്ടുവരുന്ന എന്റെ ദൈവത്തിന്റെ പദ്ധതി എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണും എന്ന് വിശ്വസിച്ച് പറയാൻ എത്ര പേർക്ക് പറ്റും? ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ആമേൻ. നിങ്ങളുടെ ക്ലോക്കിന്റെ സൂചി സ്പീഡുണ്ട്. ഭയങ്കര സ്പീഡാണ് അവിടുത്തെ ക്ലോക്കിന്റെ സൂചിക്ക്. എനിക്ക് തോന്നുന്നു പാസ്റ്റർ അത് കണ്ടോട്ടെ എന്ന് കരുതിയതായിരിക്കും സ്പീഡ് കൂട്ടി വെച്ചിരിക്കും. നിങ്ങളുടെ ചിന്തയിൽ ഒരു ചെറിയ നർമ്മം കൂടെ കലർത്തിക്കോട്ടെ. നമ്മുടെ മുമ്പിൽ ഒരുക്കി വച്ചിരിക്കുന്ന ഒരു വസ്തുവുമല്ല നമ്മുടെ വിഷയം. അത് നമ്മെ നിയന്ത്രിക്കരുത്, ക്രിസ്തു നമ്മെ നിയന്ത്രിക്കണം. എടുത്തു പറയുകയാണ്, ഒരു വസ്തുവും നമ്മൾ നിയന്ത്രിക്കരുത്, ഒരു വസ്തുതകളും നമ്മളെ നിയന്ത്രിക്കരുത്. ക്രിസ്തു എന്നെ അധമ ചിന്തയുടെ പാതാളത്തിൽ നിന്ന് ഉത്തമ പ്ലാറ്റ്ഫോമിൽ കൊണ്ടു നിർത്തി അടുത്ത ദിവസം ഞാൻ പ്രധാനമന്ത്രിയായി തീരുന്ന വലിയൊരു ഉപയോഗം ദൈവത്തിനുണ്ടെന്ന് ഉറപ്പുള്ളവർ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? ഹല്ലേലൂയ.
ഞാൻ ഇനി അടുത്ത ഭാഗത്തേക്ക് കടക്കുക. പ്രൈസ് ഗോഡ്. ഇവൻ ആരാണ് കൊണ്ടുപോയെന്ന് പറയാമോ? ഇശ്മായേല്യരാന്ന് പറയുന്നുണ്ട് അല്ലേ? അല്ലേ? കറക്റ്റാണ്, ഇശ്മായേല്യർ അല്ലേ? ഇശ്മായേൽ. അത് കൂടാതെ വേറൊരു വാക്കുകൂടെ പറയുന്നുണ്ട്, മിദ്യാന്യര് കൊണ്ടുപോയിട്ടുണ്ട്, അത് പറയുന്നുണ്ട്. ഇതൊക്കെ തെളിയിക്കാൻ സമയമില്ല, ചരിത്രത്തിലേക്ക് കടക്കാൻ ഇന്ന് ഒട്ടും നേരമില്ല. എൻ്റെ കയ്യിൽ ദൈവം വലിയൊരു സബ്ജക്റ്റ് വന്നിരിക്കുക. ഈ കൊണ്ടുപോയ വ്യക്തികൾ അവനെ കൊണ്ടു ചെന്നത് എവിടെയാണെന്നാണ് ചോദ്യം. എടുത്തേ നിങ്ങൾ 37 അവസാനത്തെ വാക്യം ഒന്ന് കാണിച്ച മോനെ. എന്നാൽ മിദ്യാന്യർ അവനെ മിസ്രൈമിൽ ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പോത്തിഫോറിന് വിറ്റു. ഒരു പ്രാവശ്യം കൂടെ മോളെ വായിക്കണം, എല്ലാവരും വായിക്കണം ആ വാക്യം കേട്ടോ. ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വായിച്ചേ. എന്നാൽ മിദ്യാന്യർ അവനെ എന്നുള്ളിടത്ത് ജോസഫ് അങ്ങോട്ട് വായിച്ചോളൂ. എന്നാൽ മിദ്യാന്യർ യോസഫിനെ മിസ്രൈമിൽ ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ അന്നത്തെ രാജ്യ ചരിത്ര രേഖയുണ്ട്. ഒന്നുകൂടെ എടുത്തു പറയുകയാണ്. എന്നത്തെ ഫറവോൻ അപ്പോപ്പിയുടെ കാലത്തെ രാജ്യ ചരിത്ര നിയമചരിത്ര രേഖകൾ കിട്ടാനുണ്ട്. അതനുസരിച്ച് രാജ്യത്തിന്റെ 3ാമത്തെ പൗരനാണ് ഈ അകമ്പടി നായകൻ. 3rd സിറ്റിസണാണ്. നമ്മുടെ രാജ്യത്തിന്റെ 3rd സിറ്റിസൺ ആരാ? നിങ്ങൾ ഇന്ത്യക്കാരല്ലേ? ഞാൻ നിങ്ങൾ ഇന്ത്യക്കാരാന്ന് വിചാരിച്ച് ചോദിച്ചു കേട്ടോ, സോറി. ഫ്രീസ് ലോഡ്. എൻ്റെ ചിന്ത അതായിരുന്നു. ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റ്, കേരളത്തിൽ നിങ്ങൾ ജീവിക്കുന്നതെന്ന് എൻ്റെ ചിന്ത. ഇപ്പോഴും പിടികിട്ടിയില്ല. 3rd സിറ്റിസൺ ഇൻ ഇന്ത്യ ഹൂ ഈസ് കറക്റ്റ്. എൻ്റെ കയ്യിൽ 1 ലക്ഷം രൂപ കൊടുക്കാനുണ്ടായിരുന്നു, ഇപ്പോൾ കൊടുത്തേനെ ഞാൻ. അതുകൊണ്ട് 1 ലക്ഷം കൺഗ്രാജുലേഷൻ കൊടുക്കാം. പ്രൈം മിനിസ്റ്ററാണ് 3rd സിറ്റിസൺ. മോനൊന്ന് വരാൻ പറ്റുമോ? ഇങ്ങോട്ട് വന്നോളൂ, ഇവിടെ വന്ന് നിന്നോ, കുഴപ്പമില്ല. കുറച്ചേരം നിന്നോ, നാളെ വലിയ ഉപദേശിയാകേണ്ടതാ. ഇദ്ദേഹമാണ് ജോസഫ് എന്ന് വിചാരിക്കും. കണ്ട ഒരു ലുക്കില്ലേ? വിഷമമുണ്ടോ? ഞാനാണ് യാക്കോബ്. അത് നിങ്ങൾക്ക് കണ്ട ഒരു ലുക്ക് തോന്നിക്കുന്നില്ലേ? എൻ്റെ എത്രാമത്തെ മോനേത്? ഉറക്കെ പറ. ഈ മോൻ ഇപ്പോൾ എന്താ സ്ഥിതി? എവിടെ? 3rd സിറ്റിസന്റെ വീട്ടിൽ ചെന്നിരിക്കുക. ആടിനെ തട്ടി നടന്ന ഒരുവൻ രാജ്യത്തിന്റെ 3ാം പൗരനായ ഇന്ത്യൻ ഭാഷയിൽ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ ജോലിക്ക് ചെന്നിരിക്കുക. നമ്മുടെ കർത്താവ് ആരാണെന്ന് മനസ്സിലായവർ എത്ര പേരുണ്ട്? നിന്നെ കുഴിയിലിറക്കിയവർ ഇനി അറിയാൻ പോകുന്നത് ഇവൻ പ്രധാനമന്ത്രിയുടെ വീട്ടിലാണ് ജോലി. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ജോലിക്ക് ഞാൻ പറഞ്ഞുതരാം. 39 അധ്യായം എടുത്തേ നിങ്ങൾ. ചാപ്റ്റർ 39 വേഴ്സ് 4 ഒന്ന് എടുത്തേ. അതുകൊണ്ട് യോസഫ് അവനെ ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു. അവൻ അവനെ ഗൃഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. എന്താ അജിത കുട്ടി, എന്താ വായിച്ചേ? അതുകൊണ്ട് അവനെ ഗൃഹവിചാരകനാക്കിയെന്ന്. സ്റ്റീവാർഡ്ഷിപ്പ്. ആ ഗൃഹവിചാരകൻ എന്നൊക്കെ എബ്രായ ഭാഷയിൽ പഠിക്കണമെങ്കിൽ അല്പം കൂടെ ആഴത്തിൽ പോകേണ്ടതാണ്. അത്രയും സമയമൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഞെട്ടുകയാണ് ഇവിടെ. ഒന്ന് വിട്ടോട്ടെ ആ ഭാഗം. ഗൃഹവിചാരകനാക്കിയെന്ന്. ഇന്ത്യയിൽ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് റഷ്യൻ പുടിൻ വരുമ്പോൾ അദ്ദേഹത്തെ ഹലോ എന്ന് പറഞ്ഞ് സ്വീകരിക്കാനുള്ള ഗൃഹവിചാരകൻ. സ്റ്റേഷനിൽ ട്രംപ് വരുമ്പോൾ ട്രംപ് ഹലോ സർ കമോൺ ഇരുന്നാട്ടെ എന്ന് പറയാനുള്ള പാർട്ടിയായി ഇപ്പോൾ നിൽക്കുന്ന നിപ്പ് നോക്കി. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇപ്പോൾ എന്തായിരുന്നു ജോലി? ആടിനെ ആട് എന്ന് പറഞ്ഞ് തട്ടിയവൻ ഇപ്പോൾ 3rd സിറ്റിസന്റെ വീട്ടിൽ ഗൃഹവിചാരകൻ. ഒരു ഹല്ലേലൂയ പറയാൻ എത്ര പേർക്ക് പറ്റും? എൻ്റെ ഒരു ചോദ്യം, ഇതുപോലൊരു പ്രൊമോഷൻ ആർക്കാ കിട്ടിയേ? യാക്കോബിന്റെ വീട്ടിൽ. യാക്കോബിന്റെ വീട്ടിൽ 13 ഉണ്ടായിട്ട് ഈ 11ാമത്തവനല്ലേ ഇത്ര വലിയ ഉയർച്ചയുണ്ടായത്? എന്നെ ഹൈടെക് എക്സോൾട്ടേഷനാണ്.
എങ്ങനെ നമ്മൾ വിവരിക്കും? ഇതാണ് ഒരുവന്റെ നേരെ ദൈവം കണ്ണു നട്ടാൽ, അധമ മണ്ഡലത്തിൽ നിന്ന് ഉയർത്താൻ തുടങ്ങിയാൽ, കയ്യും കാലും വെച്ചിട്ടില്ല, അതിർത്തിയില്ല, സീമാതീത വളർച്ചയ്ക്കാണ് എന്റെ ദൈവം വഴിയൊരുക്കുന്നതെന്ന് അറിയുന്നവർ ശക്തമായി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാൽ, അതാണ് ദൈവത്തിന്റെ ചിന്ത. ഇനി ഇദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ഞാൻ വരിക. ഇദ്ദേഹം ഇപ്പൊ ആരാന്ന് നിങ്ങൾ പറയണം. ഒന്ന് പറഞ്ഞേ. തേർഡ് സിറ്റിസന്റെ വീട്ടിലെ സ്റ്റ്യൂവാർഡ്ഷിപ്പ് ഉള്ള ആളാണ്. ആ ഗ്രഹത്തിന്റെ മൊത്തം ചുമതല ഇദ്ദേഹത്തിന്റെ കയ്യിലാ. നേരത്തെ ഈ കയ്യിലിരുന്നത് എന്താണ്? ഒന്ന് പറ. ഒരു വടി. ഇപ്പൊ കയ്യിലിരിക്കുന്നത് എന്താണ്? കൈവശമുള്ളതിനെ മാറ്റി ഉത്തമമായതിനെ കൈവശം തരാൻ എന്റെ കർത്താവിടുന്ന പദ്ധതി കാണാൻ കാഴ്ചയുള്ളവർ എത്ര പേരോട് ഇരിപ്പുണ്ട്? ചിലരൊക്കെ സങ്കടത്തോടെ ദൈവത്തോട് പറയാറുണ്ട്, എന്റെ കൈവശം ഇതൊരു ആശ്രയമായിരുന്നു ഉണ്ടായിരുന്നത്, അതുപോലും നീ നീക്കിയല്ലോ കർത്താവ്. ഇതിൽ മാത്രം എനിക്ക് ആശ്രയിക്കാൻ വകുപ്പുണ്ടായിരുന്നുള്ളൂ, അതും നീ നീക്കിയല്ലോ. ഇത് പറയുമ്പോൾ യേശു ചിന്തിക്കുക, എൻ്റെ പൊന്നു മോനെ, നീ തേർഡ് സിറ്റിസന്റെ വീട്ടിൽ ചെന്ന് ഗ്രഹവിചാരകനാകാൻ പോകുകയാണെന്ന വിവരം നീ അറിഞ്ഞിട്ടില്ല. നിന്റെ പ്രദർശനം അറിയില്ല, അപ്പനറിയില്ല, അമ്മയ്ക്കറിയില്ല, പണിക്കാർക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അതാണ് അധമ ചിന്തയുടെ തടവിൽ നിന്ന് ഉത്തമ ചിന്തയുടെ ഉയർന്ന തട്ടിലൊന്ന് കയറാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? താല്പര്യമുള്ളവരെല്ലാം കരമുയർത്തിയോ കൈയടിച്ചോ ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ. ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ പ്ലീസ്. ഒന്നിച്ച്. ആശ അറ്റുപോകിലും ഈശൻ കൂടെയുള്ളതാൽ, ആശ അറ്റുപോകിലും ഈശൻ കൂടെയുള്ളതാൽ, ലേശം ഭീതിയില്ലിഹേ, മേശ ഒരുക്കിടും മുന്നിൽ, ലേശം ഭീതിയില്ലിഹേ, മേശ ഒരുക്കിടും മുന്നിൽ. ഡോക്ടർ KP യോഗനാൻ സാറിന്റെ കോളേജിൽ പഠിപ്പിക്കാൻ തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ കയറി പോകുമ്പോഴാണ് ഈ വാക്കുകൾ കർത്താവ് എൻ്റെ കയ്യിൽ തരുന്നത്. ട്രെയിനിൽ ഇരുന്ന് എഴുതിയതാ. ആശ അറ്റുപോകിലും ഈശൻ കൂടെയുള്ളതാൽ. ഒരുമിച്ച്. ആശ ഈശൻ കൂടെയുള്ളതാൽ, ലേശം ഭീതിയില്ലിഹേ, മേശ ഒരുക്കിടും മുന്നിൽ. ഒരുമിച്ച്. ലേശം മേശ ഒരുക്കിടും. ഇന്ന് അധമമായ ചിന്തയുടെ തടവിൽ നിന്ന് ഒന്ന് പുറത്തിറങ്ങി ദൈവത്തിന്റെ കാഴ്ചയിലെ വ്യക്തി പുറത്തു വരാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഒന്നുകൂടെ പറഞ്ഞേ. അധമമായ, ആ വാക്കൊന്ന് പറഞ്ഞേ. അധമമായ തടവിന്റെ അകത്ത് നിന്ന് ചിന്തയുടെ, അധമമായ ചിന്തയുടെ തടവിൽ നിന്ന്, ഓർക്കെ പറഞ്ഞേ, ഉത്തമമായ പ്ലാറ്റ്ഫോമിലേക്ക് കയറി വരാൻ ദൈവം ഒരുക്കുന്ന ആ പ്ലാൻ ഒന്ന് കാണാൻ എൻ്റെ കണ്ണൊന്ന് തെളിയണം. ആ ഓപ്പണിങ്ങിന് ആഗ്രഹിക്കുന്നവർ ഒന്നിച്ച് കൈയുയർത്തി പ്രാർത്ഥിച്ചാൽ, ഒരു ഹല്ലേലി ഉറക്കെ പറഞ്ഞ് ആരാധിച്ചാട്ടെ, ഒരു ഹല്ലേലി പറഞ്ഞ് ആരാധിച്ചാട്ടെ, ഒരു ഹല്ലേലി പറഞ്ഞ് ആരാധിച്ചാട്ടെ, ശക്തമായൊരു ഹല്ലേലി പറഞ്ഞ് ആരാധിച്ചാട്ടെ. ഇപ്പോൾ ഇദ്ദേഹം ആരാണ്? ഗ്രഹവിചാരകൻ. എല്ലാവരും ഒന്ന് പറഞ്ഞ്. മുമ്പ് ഇദ്ദേഹം ആരാണ്? ആടിനെ തട്ടിയ കോല് കയ്യിലുള്ള മനുഷ്യൻ. ഇപ്പൊ കാര്യം മാറി. ബഹുമാന്യ ട്രംപ് വന്നാൽ സർ സർ, മനസ്സിലായില്ല, വാക്കൊക്കെ പോയി, ആട് എന്നൊക്കെ മാറി, സർ വന്നാട്ടെ,
ഇരുന്നാട്ടെ. ഹൗ ആർ യു? ആർ യു ഫൈൻ? പ്രൈസ് ദി ലോർഡ്. സംഗതി എല്ലാം മാറി. ഇന്ന് രാത്രി ചിലരുടെ സംസാര ശൈലി വരെ പൊളിച്ചു മാറ്റാൻ എൻ്റെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. താല്പര്യമുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാൽ ഒരല്ലേലേ പറയാൻ എത്ര പേർക്ക് പറ്റും? നമ്മുടെ സംസാര ശൈലി വരെ മാറ്റാൻ എൻ്റെ ദൈവം തയ്യാറാണ്. ഒന്ന് അനുവദിച്ചു കൊടുത്താൽ, ഹൃദയം ഒന്ന് വിട്ടുകൊടുത്താൽ, അധമ ചിന്തയുടെ തടവിൽ നിന്ന് ഉത്തമമായൊരു പ്ലാറ്റ്ഫോമിലേക്ക് കയറി നിൽക്കാൻ ഈ രാത്രി ആരംഭിക്കുമെന്ന് ഉറപ്പ് പറയുകയാണ് ഞാൻ. ഒന്ന് സബ്മിറ്റ് ചെയ്താട്ടെ, ഒന്ന് സറണ്ടർ ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇനി കുറച്ചുകൂടെ ദൂരെ യാത്ര ചെയ്യാൻ പോവാണ് നമ്മൾ, കേട്ടോ. നമുക്ക് അദ്ദേഹത്തെ നോക്കാം. ഈ ഉയർച്ച വന്നപ്പോൾ ഉടൻ തന്നെ അതേ ഓഫീസിൽ തന്നെ തകർക്കാൻ ഒരു വ്യക്തിയെ എഴുന്നേൽപ്പിച്ചു, പിശാച്. അപ്പൊ ഉയർച്ച എവിടെയുണ്ടോ കവർച്ചയ്ക്കുള്ള പരിപാടി ദുഷ്ടൻ ഒരുക്കുമെന്നുള്ളത് ഉറപ്പാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് നിൽക്കണം. ഇനി ചില വാക്യങ്ങൾ നിങ്ങളെ വായിപ്പിക്കാൻ പോവുക. പ്രൈസ് ഗോഡ്. ഇത് ഈ സഹോദരി എവിടെ അറിയിച്ചു? നിങ്ങൾക്ക് മനസ്സിലായി ഈ സഹോദരി എവിടെ അറിയിച്ചത്? ആരെ അറിയിച്ച്? ആ വ്യക്തി ആരാ? ഹസ്ബൻഡ് ആരാ? അകമ്പടി നായകൻ തേർഡ് സിറ്റിസനെ അറിയിച്ചിരിക്കുക. ഉടൻ തന്നെ നിയമപരമായ കാര്യങ്ങളെല്ലാം റെഡിയാക്കി ഇദ്ദേഹത്തെ ചങ്ങലയിട്ട് ഇതേ കൊണ്ടുപോകുന്നു. അതൊന്ന് കാണിച്ച മോനെ, ചങ്ങലയിട്ട് കൊണ്ടുപോകുന്നു. കണ്ട, നിങ്ങൾ മറക്കരുത് ഇവനെ, കേട്ടോ. ഇപ്പൊ ഇദ്ദേഹത്തെ എവിടേക്ക് കൊണ്ടുപോകുക? കാരാഗ്രഹത്തിലേക്ക്. ആ കാരാഗ്രഹം ഏതാണെന്ന് നമുക്കൊന്ന് വായിക്കാം. 39:18 മുതൽ ഒന്ന് നിർത്തി വായിക്കണം നിങ്ങൾ. ഞാൻ ഉറക്കെ നിലവിളിച്ചപ്പോൾ അവൻ തന്റെ വസ്ത്രം എന്റെ അടുക്കൽ വിട്ടേച്ചു പുറത്തേക്ക് ഓടിപ്പോയി എന്ന് പറഞ്ഞു. നിന്റെ ദാസൻ ഇങ്ങനെ എന്നോട് ചെയ്തു എന്ന് തന്റെ ഭാര്യ പറഞ്ഞ വാക്ക് യജമാനൻ കേട്ടപ്പോൾ അവന് കോപം ജ്വലിച്ചു. യോസഫിന്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിന്റെ ബദ്ധന്മാർ കിടക്കുന്ന തെറ്റിച്ചോ? എല്ലാവരും ശ്രദ്ധിച്ച് ആ പദം നിങ്ങൾ ശ്രദ്ധിക്കുക. ഏത് കാരാഗ്രഹത്തിലെ കൊണ്ടുപോയേ? ആരുടെ കൂടെ കിടക്കാന്? രാജാവിന്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹം വേറെയാ, ആ റൂം വേറെയാ. ഈ പുള്ളിക്ക് അവിടെ കിടക്കാൻ അവസരം കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചില്ല അല്ലേ? അതിന് ഇംഗ്ലീഷ് ഒന്ന് കാണിക്കാൻ പറ്റുമോനെ? ബുദ്ധിമുട്ടില്ലേ എന്ന് കാണിച്ചു കൊടുത്ത എല്ലാവർക്കും. അടുത്ത വാക്യം വായിച്ചേനി. ഇതെല്ലാവരും മോളെ ഒന്ന് വായിക്കാൻ പറ്റുമോ നോക്കി. And it came to pass when his master heard the words of his wife, which she spake unto him, saying, after this manner did thy servant to me. അടുത്തത്. That his wrath was kindled. അടുത്തത്. And Joseph's master took him and put him into the prison, a place where the king's prisoners were bound. King's prisoners. Hallelujah. ആ വാക്കൊന്ന് അണ്ടർലൈൻ ചെയ്തന്നെ എല്ലാവരും. കിങ്സ് പ്രിസണേഴ്സ്. സാധാരണ കിടക്കുന്ന ഒരു ജയിലറയിലല്ല പോയിരിക്കുന്നത്, ടോപ്പ് ഉദ്യോഗസ്ഥന്മാരോടൊപ്പം പോയിരിക്കുന്നത്. ഇത് തമ്പുരാന്റെ ഐഡിയ എന്താ അറിയണ്ടേ? ഇദ്ദേഹത്തിന് പൊളിറ്റിക്സിൽ എമ്മയൊന്നുമില്ല, ആകെ കൂടിയുള്ളത് ഒരു വടിയും ആടുക. ഒരു വടിയും ഒരു ആടും. കർത്താവ് എന്താ ചെയ്തേ? രാജതന്ത്ര വാക്കുകൾ സംസാരിക്കുന്നവരുടെ ഇടയിൽ കൊണ്ടിട്ടാൽ 2 കൊല്ലം കൊണ്ട് അവന്റെ എഡ്യൂക്കേഷൻ വർദ്ധിക്കുക. ഇവൻ ഇരിക്കേണ്ട സ്ഥലത്തേക്ക് എത്തും മുമ്പ്
അവനെ ലഭിക്കേണ്ട വൊക്കാബുലറി വരെ ലഭിക്കാൻ വഴിയൊരുക്കിയ ദൈവമാണ് നമ്മുടെ ദൈവം എന്നറിയുന്നവർ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? അങ്ങനെയാണെങ്കിൽ കാരാഗൃഹത്തെ നശിപ്പിച്ചല്ല പറയണ്ടേ, കിങ്സ് പ്രിസണിലാണ് പോയിരിക്കുന്നത്. നോക്കിയാൽ കിങ്സ് പ്രിസൺ അതെവിടാ? 40:2 വായിച്ച് നിങ്ങൾ. 40:2 ഏത് പ്രിസണാന്ന് അറിയണ്ടേ? ഒന്ന് വായിച്ച്. ഫറവോൻ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയും അപ്പക്കാരുടെ പ്രമാണിയുമായ തന്റെ 2 ഉദ്യോഗസ്ഥന്മാരോട് കോപിച്ചു. അവരെ അകമ്പടി നായകന്റെ വീട്ടിൽ യോസഫ് അകമ്പടി നായകന്റെ വീട്ടിൽ തേർഡ് സിറ്റിസന്റെ വീട്ടിലെ പ്രശ്ന. ഒരു നല്ല ഹല്ലേലൂയ പറയാൻ എത്ര പേർക്ക് പറ്റും? അപ്പൊ ഈ പുള്ളിപ്പോ എവിടെ എത്തിയിരിക്കുക? 2 കൊല്ലത്തിലധികം ആ പ്രിസണിൽ കിടന്നപ്പോൾ ടോപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ കിടക്കണേ. അവരൊക്കെ പറയുന്ന രാജ്യതന്ത്ര പദങ്ങൾ അത്രയും പറഞ്ഞു നിർത്തട്ടെ. എന്നും കേട്ടോണ്ടിരിക്കുക. ഇപ്പൊ ആടെയൊന്നും ഇല്ലെന്നേ. പൊളിറ്റിക്സിൽ MA എടുക്കപ്പോ ഇതൊന്നും സഹോദരന്മാരറിയുന്നില്ല, അപ്പൻ അറിയുന്നില്ല. നിന്റെ ദുരിതം പിടിച്ച കാര്യം മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. അധമ മണ്ഡലത്തിൽ നിന്ന് ഒരുവനെ ഉയർത്താൻ അവൻ കടന്നു പോകുന്ന കഷ്ടങ്ങൾ ചെറുതല്ലെങ്കിലും വലിയ മാറ്റം വരാൻ പോകുകയാണെന്ന് ഉറപ്പുള്ളവർ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? ഒരു ആമേൻ പറയാൻ സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? അങ്ങനൊരു വിടുതലാണ് ഈ ദിവസങ്ങളിൽ എൻ്റെ കഷ്ടങ്ങളിലൂടെ ദൈവം തരുന്നത് എന്ന് ചിന്തിക്കാൻ കഴിയുന്നവർ എത്ര പേരുണ്ട്? നമ്മുടെ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ആ വലിയ ഉത്തരം എനിക്ക് ഇന്ന് കാണണം കർത്താവേ. അതെന്റെ കണ്ണിലൊന്ന് കാണിച്ചു. കഴിഞ്ഞിട്ടില്ല. അടുത്ത വാക്യം കൊണ്ട് മോളെ വായിച്ച് താഴോട്ട്. അകമ്പടി നായകൻ അവരെ യോസഫിന്റെ പക്കൽ ഏൽപ്പിച്ചു. അവൻ അവർക്ക് ശുശ്രൂഷ ചെയ്തു. അവർ കുറെ കാലം തടവിൽ കിടന്നു. അപ്പൊ ആരുടെ കയ്യിലാണ് ഇപ്പോൾ ഈ പ്രിസൺ അകപ്പെട്ടിരിക്കുന്ന, കാരാഗ്രഹത്തിൽ അകപ്പെട്ടിരിക്കുന്ന സൂപ്പർ സ്റ്റാറുകൾ? നിൽക്കണ കണ്ടില്ലേ? ഈ സൂപ്പർ സ്റ്റാറുകളൊക്കെ ഇദ്ദേഹത്തിന്റെ കയ്യിലേ. അപ്പം നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി? ജോസഫിന്റെ കയ്യിൽ ഈ സൂപ്പർ സ്റ്റാറുകളെല്ലാം ഏൽപ്പിക്കുന്നത് അവൻ അടുത്ത ഭാവിയുടെ തുടക്കമാണെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്? നല്ലൊരു ഹല്ലേലൂയ പറയാൻ സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? നിന്റെ ഭാവി അടയ്ക്കുകയാണ് ലോകമെങ്കിൽ തമ്പുരാൻ തുറക്കാൻ വേണ്ടി ആരംഭിക്കുകയാണെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ഒരു ആമേൻ പറയാൻ പറ്റുമോ നിനക്ക്? എന്റെ കഷ്ടത എന്റെ ചരിത്രത്തിന്റെ പൂട്ട വീഴുന്ന സ്ഥലമല്ല, എന്റെ ചരിത്രത്തിൽ മറ്റൊരു അധ്യായം തുറക്കുന്നതാണ് എന്നുറപ്പുള്ളവർ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാൽ. കഴിഞ്ഞിട്ടില്ല. അടുത്തൊരു വാക്യം കൊണ്ട് വായിച്ചു നോക്കുമ്പോഴാ അതിന് വിപുലത മനസ്സിലാവുള്ളൂ, വിശാലത. വായിച്ചേ. മിസ്രയീം രാജാവിന്റെ പാനപാത്രവാഹകനും അപ്പക്കാരനും ഇങ്ങനെ 39:18 മുതൽ ഞാൻ ഉറക്കെ ഒരു പദം നമ്മൾ വിട്ടുപോയിട്ടുണ്ട്, അവിടെ നിന്ന് കാണുന്നത് അത് കണ്ടിട്ട് വേണം. 19 വായിച്ച്. 19. നിന്റെ ദാസൻ ഇങ്ങനെ എന്നോട് 20. യോസഫിന്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിന്റെ ബദ്ധന്മാർ 21. എന്നാൽ യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു. കാരാഗൃഹ പ്രമാണിക്ക് കാരാഗൃഹത്തിലും കർത്താവ് ചെന്ന് കൂടെ ഇരിക്കും. ആ ചിന്തയുള്ളവർ എത്ര പേരോട് ഇരിപ്പുണ്ട്? ഒരു കുഞ്ഞ് നിങ്ങളെ നിയന്ത്രിക്കാൻ ഇടവരരുത് കേട്ടോ. വലിയ മെസ്സേജ് കേൾക്കുമ്പോൾ ഒരു കൊച്ചിനെ, ആ കൊച്ചിനെ അറിയത്തില്ല ഇത് വലിയ മീറ്റിംഗ് ആണെന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. നോ പ്രോബ്ലം. അത് ശ്രദ്ധിക്കേണ്ട കാര്യമേ ഇല്ല. നമ്മൾ വിലപ്പെട്ട കാര്യം ചിന്തിക്കുന്ന സമയത്ത് കുഞ്ഞിനെ അറിയില്ല. പ്രൈസ് ഗോഡ്. അത്ര നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മളിപ്പോ വായിച്ച ഭാഗം നോക്കി. എന്നാൽ യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു. അപ്പൊ കാരാഗ്രഹത്തിൽ യഹോവ ഇറങ്ങി വരുമോ? വരും ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ഉറക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾ ഉറക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നീ എവിടെ ആയിരുന്നാലും ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പ്ലാൻ ഉണ്ടെങ്കിൽ
ആ ഇരിക്കുന്ന സ്ഥലത്തിന്റെ ഭീകരതയല്ല വിഷയം, അവിടെ യഹോവ ഇറങ്ങി വരുന്നതാണ് വിഷയം. ആമേൻ. കഴിഞ്ഞിട്ടില്ല. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഒന്ന് വായിച്ച മോനെ. എന്നാൽ യഹോവ കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. അപ്പൊ കാരാഗ്രഹത്തിൽ കൃപ നൽകൂ. ആർക്ക് വേണ്ടി? ആടിനെ തട്ടി നടന്ന ആടെ എന്ന് വിളിച്ചു നടന്ന പുള്ളിക്കാരനെ ദൈവം 2 സ്വപ്നം കൊടുത്തിരുന്നു. ആ സ്വപ്നത്തിന്റെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ എൻ്റെ ദൈവം ഇതാ ഉയർന്ന പടവുകൾ കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മളാണെങ്കിൽ കണ്ണീരൊഴുക്കി പറയും, ഇപ്പോഴും കാരാഗ്രഹത്തിലല്ലേ കിടക്കുന്നത് മണ്ടന്മാര്. നേരെ തിരിച്ചല്ലേ പറയണ്ടേ? ഞാനിപ്പോ കിടക്കുന്നത് ഓഫീസേഴ്സിന്റെ കൂടെയാ. ഓഫീസേഴ്സിന്റെ എന്റെ കയ്യിലാക്കിയിരിക്കുക. ഇപ്പൊ എന്റെ കയ്യിൽ ആടുകളല്ല, ഓഫീസേഴ്സാ. മാത്രമല്ല, കാരാഗ്രഹത്തിൽ എനിക്ക് വേണ്ടി കൃപ ഇറക്കി തരുന്നവനെയാണ് കാണുന്നത്. ഇന്ന് രാത്രി നിന്റെ പ്രതിസന്ധിയിൽ കൃപ ഇറക്കി തരുന്നവനെ കാണാൻ കാഴ്ചയുള്ളവർ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? ഒരു നല്ല ആമേൻ പറയാൻ സന്തോഷമുള്ളവർ. കൃപ എനിക്ക് വേണ്ടി ഇറക്കി തരും എന്നുറപ്പുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. അധമ മണ്ഡലത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ കൃപ ഇറക്കി തരുമെന്ന് വിശ്വസിക്കുന്നവർ ഒന്നിച്ച് കൈയടിച്ച് ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. കൃപ ഇറക്കി തരും, കൃപ ഇറക്കി തരും, കൃപ ഇറക്കി തരും. ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? കൃപ ഇറക്കി തരും. ചിതനരിച്ച ചിന്തകളല്ല, ഉത്തമ ചിന്തകൾ എന്റെ അകത്ത് വളർന്നു വരാൻ എനിക്ക് വേണ്ടി കൃപ ഇറക്കി തരും. വലിഞ്ഞു മുറുക്കുന്ന ചിന്തകളല്ല, ചിതനരിച്ച ചിന്തകളല്ല, അത് മാറ്റാൻ കൃപ എന്റെ ബ്രെയിനിൽ ഇറക്കുന്ന, ഹൃദയത്തിൽ ഇറക്കുന്ന, എന്നോടുകൂടെ കാരാഗ്രഹത്തിൽ ഇറക്കുന്ന ദൈവമുണ്ടെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? എങ്കിൽ ഇന്ന് രാത്രി ഇവിടുന്ന് ഇറങ്ങും മുമ്പ് എൻ്റെ കഠിന പ്രതിസന്ധിയിൽ കൃപ ഇറക്കുന്നവൻ ഇവിടെ വെച്ച് തന്നെ കൃപ ഇറക്കി എന്നെ കൊണ്ടുപോകുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ഇവിടെ നിന്ന് ആരംഭിക്കുമെന്നേ, ഇവിടെ നിന്ന് ആരംഭിക്കും. തിരുവനന്തപുരത്ത് ഒരു കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ പേര്, അതിന് മുഴുവൻ ചുമതല ആള് ക്രിസ്തുദാസ് സാറാണ്. എൻ്റെ അറിവിൽ അദ്ദേഹത്തിന് അധികം വിദ്യാഭ്യാസമില്ല, കുറഞ്ഞ വിദ്യാഭ്യാസമുള്ളൂ. ഒരു 6 MA, ഒരു PhD ഉള്ളൂ ആകെ. പിന്നെ ഒരു PhD റിസർച്ച് ഇല്ല. നിങ്ങൾക്ക് ചെറിയ ഒരു വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആത്മീക തീഷ്ണത ചെറുതല്ല. ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ ക്ലാസ്. വൈകിട്ട് 6 മണിക്ക് ആരംഭിക്കും, 4 മണിക്ക് പിരിഞ്ഞാൽ. 6 മണിക്ക് ആരംഭിച്ച് 6:45 ഒരു ആത്മപകർച്ച അവിടെ ആരംഭിച്ചു. അദ്ദേഹം പിടിച്ചുകൊണ്ടിരിക്കുക, റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക, മോൻ ചെയ്യുന്ന പോലെ. 6:45 ആത്മപകർച്ച ആരംഭിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞു, സാറേ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുക, അതങ്ങ് പൊക്കോട്ടിരുന്നു. സമയത്തിന് നിർത്തേണ്ട കാര്യം നോക്കണ്ടാവുന്നു. 14 പേരാണെന്ന് കൃപാവരം പ്രാപിച്ചത്. ഇന്ന് രാത്രി എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ കൃപാവരങ്ങൾ പങ്കുവയ്ക്കുന്നൊരു വേദിയായി പ്ലാമൂട് ഏജ് തീരണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? പ്രതിസന്ധികളെ പറഞ്ഞ് വിടുതൽ കിട്ടണം എന്ന് പറഞ്ഞ് വല്ലാതെ ആക്കുന്നതിനേക്കാൾ അധമ ചിന്തയിൽ നിന്ന് പുറത്തു വരാൻ എത്ര പേര് രംഗത്തുണ്ട്? എൻ്റെ ദൈവത്തിനെ ചില വ്യക്തികളെ ഉപയോഗിക്കണം. ഇന്നത്തെ നടക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് കണ്ണുതിരിച്ചാൽ കൃപ കാരാഗ്രഹത്തിൽ ഇറങ്ങും. വിശ്വസിക്കുന്നവർ കൈ ഉയർത്തി മഹത്വം ദൈവത്തിന് കൊടുത്താട്ടെ, മഹത്വം ദൈവത്തിന് കൊടുത്താട്ടെ. 14 ചെറുപ്പക്കാരാണ് അന്ന് കൃപാവരം പ്രാപിച്ചത്. അതിലൊരുത്തൻ ഇപ്പോൾ കുവൈറ്റിലെ പാസ്റ്റർ. അദ്ദേഹം എന്നെ ദുബായിൽ കാണാൻ വന്നിരുന്നു കുവൈറ്റിൽ നിന്ന്. സാറ് വന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിസ എടുത്ത് വന്നിരിക്കുക, എനിക്ക് സാറിൻ്റെ കൂടെ ഒരു ദിവസം കഴിയണമെന്ന്. നിങ്ങൾക്ക് എത്ര പേർക്ക്
ജോസഫിന്റെ കൂടെ ഒന്ന് യാത്ര ചെയ്യാൻ പറ്റും? യാത്ര ചെയ്യാമോ? അടുത്തൊരു ഭാഗം കൂടെ പറയാൻ എൻ്റെ അകത്ത് താല്പര്യമുണ്ട്. 40-ാം അധ്യായം എടുക്ക്. അതിൻ്റെ 2-ാം വാക്യം മുതൽ എല്ലാവരും ഒന്ന് വായിച്ചു കേൾക്കണം. ചില പദങ്ങൾ പരിശുദ്ധാത്മാവ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് അർത്ഥവത്തായിട്ടാണ്. വായിച്ചാട്ടെ. ഫറവോൻ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയും അപ്പക്കാരുടെ പ്രമാണിയുമായ തന്റെ 2 ഉദ്യോഗസ്ഥന്മാരോട് കോപിച്ചു. അവരെ അകമ്പടി നായകന്റെ ഉദ്യോഗസ്ഥന്മാരോട് ഇദ്ദേഹത്തിന് കൂടെ കിടക്കുന്നവരാര്? ഓഫീസേഴ്സാ. അത് ചിന്തിച്ചിട്ട് പോകാം. അടുത്തത്, അവരെ അകമ്പടി നായകന്റെ വീട്ടിൽ യോസഫ് ബദ്ധനായി കിടന്ന കാരാഗൃഹത്തിൽ ആക്കി. അടുത്തത്, അകമ്പടി നായകൻ അവരെ യോസഫിന്റെ പക്കൽ ഏൽപ്പിച്ചു. അടുത്തത്, അവൻ അവർക്ക് ശുശ്രൂഷ ചെയ്തു. അവർ കുറെ കാലം തടവിൽ കിടന്നു. മിസ്രയീം രാജാവിന്റെ പാനപാത്രവാഹകനും അപ്പക്കാരനും ഇങ്ങനെ കാരാഗൃഹത്തിൽ ബദ്ധന്മാരായിരുന്ന 2 പേരും ഒരു രാത്രിയിൽ തന്നെ വെവ്വേറെ അർത്ഥമുള്ള ഓരോ സ്വപ്നം കണ്ടു. ആ വാക്ക് ശ്രദ്ധിച്ചോ? ഒറ്റ രാത്രിയിൽ തന്നെ 2 സ്വപ്നങ്ങൾ. 2 പേർക്ക് വെവ്വേറെ കൊടുത്തിരിക്കുക. എൻ്റെ ചോദ്യം, അവരുടെ വിടുതലിനാണോ യോസഫിന്റെ വിടുതലിനാണോ അത് ഏറ്റവും വലിയ കാര്യമായിരിക്കുന്നത്? ഇവിടെയാണ് ചിന്തിക്കേണ്ടത്. പാഗൻ റിലിജിയനിൽപ്പെട്ട 2 അംഗങ്ങളെ ദൈവത്തിന്റെ റിലീജിയനിൽപ്പെട്ട ഒരംഗത്തെ വിടുവിക്കാൻ സ്വപ്നം കൊടുക്കുന്നവനാണോ നമ്മുടെ കർത്താവ്? നിനക്ക് വേണ്ടി മറ്റുള്ളവരെ ദൈവം ഉപയോഗിക്കുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തെ സ്തുതിച്ചാട്ടെ. എനിക്ക് വേണ്ടി ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ, ഞാൻ കിടക്കുന്ന കാരാഗൃഹത്തിൽ മറ്റുള്ളവരെ ഉപയോഗിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആണോ? ഉറപ്പുണ്ടെങ്കിൽ ആ കൈ ഒന്ന് ഉയർത്തിയേ. എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് പാഗൻ മതത്തിൽപ്പെട്ട 2 വ്യക്തികളെ ഉപയോഗിക്കുന്നു. ഇന്നും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഉദാഹരണങ്ങൾ ഒത്തിരി പറയാനുണ്ടെങ്കിലും സൂചി നിങ്ങളുടെ സ്പീഡാണ്, അതുകൊണ്ട് നിർത്തട്ടെ ആ ഭാഗം. ഇനി നമുക്ക് അല്പം കാര്യം കൂടെ അവിടെ വായിക്കാം. ഒന്ന് വായിച്ചേ. രാവിലെ യോസഫ് അവരുടെ അടുക്കൽ വന്ന് നോക്കിയപ്പോൾ അവർ വിഷാദിച്ചിരിക്കുന്നത് കണ്ടു. അവൻ യജമാനന്റെ വീട്ടിൽ തന്നോടുകൂടെ തടവിൽ വിഷാദ സ്പിരിറ്റിനെ കുറിച്ച് ബൈബിളിൽ ഹൈടെക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് സൈക്കോളജി പഠിക്കുന്നവർ അത് വായിക്കണമെന്ന് ഞാൻ പറയുന്നത്. ആ ബന്ധനവും അഭിഷേകത്താൽ അഴിയുന്ന ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു ആമേൻ പറയാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. വിഷാദ ആത്മാവ് ബന്ധിച്ചവരുടെ ബന്ധനം എന്റെ ദൈവം അഴിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. അത്രയും പറഞ്ഞ് അവിടെ വിടുന്നു. നമ്മുടെ വിഷയത്തിന്റെ അഗാധതയിലേക്ക് വരണം. വായിച്ചാട്ടെ. അവൻ യജമാനന്റെ വീട്ടിൽ തന്നോടുകൂടെ തടവിൽ കിടക്കുന്നവരായ ഫറവോന്റെ ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾ ഇന്ന് വിഷാദഭാവത്തോടെ ഇരിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. ഇത് ചോദിക്കാനുള്ള നട്ടലുള്ള കൃപയാണ് ദൈവം തരുന്നത്. വാട്ട് ഹാപ്പൻ ടു യു? ഉദ്യോഗസ്ഥന്മാരോട് വടി പിടിച്ച് ആടേന്ന് പറഞ്ഞ് ഇദ്ദേഹം ചോദിക്കുക നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന്. ബഹുമാനപ്പെട്ട കരുണാകരൻ അവർകൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ എനിക്ക് അദ്ദേഹവുമായി സംസാരിക്കാൻ ഒരു അവസരം ഒരുക്കി. ഞാനും എൻ്റെ സ്നേഹിതൻ പ്രതാപും കൂടെ പ്രതാപിൻ്റെ കാറിൽ അവിടെ ചെന്നു. അവിടെ KPCCയുടെ ജനറൽ സെക്രട്ടറിയൊക്കെ ഉണ്ട്, 14 നേതാക്കന്മാരുണ്ട്. അപ്പം അദ്ദേഹം എന്നോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം, ഞാൻ ഇന്നലെ ഇരിക്കുന്ന ചില വ്യക്തികളോട് ഉറക്കെ പറയുന്നു, അധമ മണ്ഡലത്തിൽ കുരുക്കി നിന്നെ അതിൽ ഒരുക്കി നിന്നൊരു പരുവത്തിലാക്കി ചരിത്രത്തിൽ പുറത്തു വരാതെ നോക്കുന്ന ഏത് ചിന്താമണ്ഡലമായാലും അറുത്തു മാറ്റി ഉത്തമ മണ്ഡലത്തിൽ കൊണ്ടുവരുവാൻ അഭിഷേകം ഇന്ന് പ്രവർത്തിക്കുമെന്ന് ധൈര്യമായി ഞാൻ പറയുകയാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചു. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. ഒറ്റ ഉദാഹരണം പറയാം, പേര് ഞാനിപ്പോൾ പറയുന്നില്ല. ഇന്ത്യയിലെ ഉദ്യോഗസ്ഥന്മാരുടെ ലെവൽ നിങ്ങൾക്കറിയാം, 18 ലെവലാണ്. 18ാമത്തെ ലെവലാണ്
പ്രസിഡന്റ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഹൈടെക് അല്ലേ നമ്മുടെ ഈ ചർച്ച, ഞാനത് വിടുന്നു. 15ാമത്തെ ലെവലിൽ ജോലി ചെയ്യുന്ന ഒരു വലിയ മനുഷ്യൻ്റെ ദുഃഖം പറയാൻ അദ്ദേഹം 1500 കിലോമീറ്റർ സഞ്ചരിച്ച് എൻ്റെ വീട്ടിൽ വന്നു. റിനീഷാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, എത്ര വലിയ ഉയർന്നവനായാലും അവൻ്റെ അകത്തും ഇതുപോലെ കുരുക്ക് വീണ മണ്ഡലങ്ങളുണ്ട്. അത് പൊട്ടിച്ചു മാറ്റാൻ എൻ്റെ ദൈവത്തിൻ്റെ അഭിഷേകത്തിന് കഴിയുമെന്ന് ഉറപ്പുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാൽ ഇന്നും കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? അതൊക്കെ നേരിട്ട് കാണുന്ന വ്യക്തികളാണ് ഞങ്ങൾ. ഹല്ലേലൂയ! സാധുക്കളായി ഞങ്ങൾക്കിത് കാണാൻ അവസരം ഒരുക്കിയതുപോലെ ഇതിനേക്കാൾ വലിയത് കാണാൻ ഈ ചർച്ചിൽപ്പെട്ട ചിലർക്ക് അവസരം നൽകുമെന്നാണ് ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നത്. സന്തോഷത്തോടൊരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? സന്തോഷത്തോട് ഹല്ലേലൂയ പറയാൻ പറ്റുമോ? സന്തോഷത്തോട് ഹല്ലേലൂയ പറയാൻ പറ്റുമോ? പറ്റുമോ? ആ വാക്യത്തിലേക്ക് വന്ന് നിർത്തട്ടെ. 2 ഉദ്യോഗസ്ഥന്മാരുടെ സ്വപ്നം വിവരിക്കാൻ ആളില്ല. ആ വാക്യം ഞാൻ ഇങ്ങനെ പറയട്ടെ, സ്വപ്നം വിവരിക്കാൻ കൃപാവരമുള്ളവരില്ല. ദൈവം ജാതികളിൽ പെട്ടവർക്ക് കൊടുത്ത സ്വപ്നം വിവരിക്കാൻ കൃപാവുള്ളവർ വേണം. ആ കൃപാവരം നൽകിയത്, വ്യാഖ്യാനവരം നൽകിയത് ദൈവമാണ്. യോസഫിനാണ് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ വ്യക്തികളുടെ മണ്ഡലത്തിൽ, മീൻസ് മനോമണ്ഡലത്തിൽ ദൈവം കൊടുക്കുന്ന പിക്ചർ, മെന്റൽ സൈറ്റ്, അതിന് ഉത്തരമില്ലാതെ കുഴങ്ങുമ്പോൾ ഉത്തരം പറയാൻ ഒരുവനിതാ വന്നിരിക്കുന്നു. ഒരു ആമേൻ പറയാൻ സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? ദൈവം ഈ നിലയിൽ ചിലരെ ഇവിടെ ഉപയോഗിക്കുമെന്ന് പറയണമെന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞിരിക്കുക. അത് ആരംഭിക്കുകയാണ്. ആ കൃപാവരം ഇവിടെ ആരംഭിക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ മാത്രം കരം തട്ടി ദൈവത്തെ ആരാധിക്കാൻ പറ്റുമോ? ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കാൻ പറ്റുമോ? രണ്ട് ഓഫീസേഴ്സിന്റെ പ്രശ്നം പരിഹരിക്കാൻ ഒരു സാധാരണക്കാരന് കൃപാവരം കൊടുത്ത് മണ്ഡലം മാറ്റുന്ന ദൈവമാണ് എന്റെ ദൈവമെങ്കിൽ AG പ്ലാമൂട് ചർച്ചിൽ ഈ ഒരു പ്രോഗ്രാം ഒരുക്കുന്ന ദൈവമാണ് എന്റെ ദൈവം. ഹല്ലേലൂയ! അത് വിശ്വസിക്കുന്നെങ്കിൽ പറയണം, അത് നടന്നിരിക്കും. നടന്നിരിക്കും. അധമ മണ്ഡലത്തിൽ നിന്ന്, അധമ തടവിൽ നിന്ന് വലിയൊരു വെളിപ്പാടോടെ, വ്യാഖ്യാന വരത്തോടെ, വിവിധ വരങ്ങളോടെ അനേകർക്ക് ഉപയോഗമാകാൻ നിങ്ങളെ ഉപയോഗിക്കുന്നതോടൊപ്പം ഇദ്ദേഹത്തിന്റെ വിടുതൽ എത്ര വലുതാ! 13 കൊല്ലത്തെ പ്രതിസന്ധി ഒറ്റ വ്യാഖ്യാന വരത്താൽ അഴിയുകയാണ്. ഒരു ഹല്ലേലൂയ പറയാൻ എത്ര പേർക്ക് കഴിയും? 13 വർഷത്തെ പ്രതിസന്ധി ഒറ്റ വ്യാഖ്യാന വരത്താൽ അഴിയുകയാണ്. ഒറ്റ വരത്താൽ 13 കൊല്ലത്തെ പ്രശ്നം തീരുമോ? പ്രതിസന്ധി തീരുമോ? അവന്റെ മാത്രമല്ല, അവന്റെ കുടുംബത്തിന്റെ മൊത്തം പ്രശ്നം തീരുകയാണ്. നിന്നെ, നിന്റെ കുടുംബത്തിന്റെ വിടുതലിന് വേണ്ടി പോലും ദൈവം ഉപയോഗിക്കാൻ ഇതിനകത്ത് ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് എന്ന് അറിയുന്നവർ മാത്രം കൈയടിച്ച് ആരാധിക്കാമോ? നിന്റെ കുടുംബത്തിന്റെ പ്രതിസന്ധി തീരാൻ ഉപയോഗിക്കുന്നു. നിന്റെ കയ്യിൽ തരാൻ പോവുക. എല്ലാം കൈമോശം പോയി. അപ്പൻ പോയി, അമ്മ പോയി, ബ്രദേഴ്സ് പോയി, വീട് പോയി, സ്ഥലം പോയി, സ്വന്തം നാട് പോയി, എല്ലാം കൈമോശം പോയി. ഇനി കൈവശം വരുന്നത് ഇതിന്റെ എല്ലാം ഇരട്ടി മഹത്വത്തോടെ. കൈമോശം പോയി എല്ലാം. ഇനി കൈവശം വരുന്നത് ഇതിന്റെ ഇരട്ടി മഹത്വത്തോടെയാണ്.
സന്തോഷത്തോടെ ആമേൻ പറയാൻ പറ്റുമോ? ആരും കൂട്ടിനില്ലെന്നോ ചാരുക യേശുമാർവതിൽ, തീരും ഏതു ദുഃഖവും ചേരുകിൽ യേശു സവിധേ. തീരും ഏതു ദുഃഖവും തീരുകിൽ നാഥൻ സവിധേ. ഷുവർ? ഹല്ലേലൂയ. പാടി ആനന്ദിച്ചാണ് ഞാൻ. എല്ലാവരും കൈവിട്ടപ്പോൾ, ആർക്കും വേണ്ടാതെ വന്നപ്പോൾ തമ്പുരാൻ പറയാണ്, എൻ്റെ മോനെ, ഞാൻ നിനക്കൊരു കൃപാവരം തന്ന് ഇനി ഫറവോൻ അപ്പോപ്പിയുടെ വീട്ടിൽ ചെന്ന് സിംഹാസനത്തിൽ ഇരിക്കാൻ നിന്നെ സ്വപ്നം കാണിച്ചിട്ടുണ്ട്. അത് നടക്കാൻ പോകുകയാണ്. അതിൻ്റെ ഫൈനൽ സമയമാണിപ്പോൾ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ കഷ്ടതയുടെ തീവ്രത തിളങ്ങി വന്നപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാം, അവന് വേണ്ടി ദൈവം ഒരുക്കി വെച്ച ചില പദവികളുണ്ട്. 45-ാം അധ്യായത്തിലേക്ക് വരാം മോനെ. 45-ാം അധ്യായത്തിൽ എല്ലാവരും ബൈബിൾ എടുക്കണേ, അല്ലെങ്കിൽ ഇവിടെ ബോർഡിൽ മോൻ കാണിച്ചു തരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് നോക്കിയേ ബോർഡിലേക്ക്. 45-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചേ മോനെ. യോസഫ് സഹോദരന്മാരോട് ഇങ്ങോട്ട് അടുത്തു വരുവീൻ എന്ന് പറഞ്ഞു. അവർ അടുത്തു ചെന്നപ്പോൾ അവൻ പറഞ്ഞത്, നിങ്ങൾ മിസ്രയീമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസഫ് ആകുന്നു ഞാൻ. ഒരു വാക്ക് എത്ര പേർക്ക് ചിന്തിക്കാൻ പറ്റും? നിങ്ങൾ വിറ്റുകളഞ്ഞ ചെറുക്കനാ ഞാൻ, നിങ്ങൾ വിറ്റുകളഞ്ഞ കൊച്ചനാണ് ഞാൻ. ഇപ്പൊ ഞാൻ ആരാ? വായിക്കണം അടുത്തത്. സഹോദരൻ യോസഫ് ആകുന്നു ഞാൻ, എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട. നിങ്ങൾ വിഷമിക്കേണ്ട. നമ്മുടെ കത്താണെങ്കിൽ ഗൊങ്കുസ്മോസ് നിറഞ്ഞു നിന്നേനല്ലേ. ആ വാക്കിന്റെ അർത്ഥം എന്താ പറഞ്ഞ്? ഉറക്കെ പറ. പരസ്യമാക്കാത്ത രഹസ്യ നീരസങ്ങൾ ഫയലുകളായിട്ടിരുന്നേനെ. നിന്നെ കിട്ടിയ നേരല്ലേ ഒന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ. 2 പറഞ്ഞിട്ടേ ഇനി ഞാൻ ഇരിക്കുള്ളൂ. ഈ ഒരു മെന്റൽ പൊസിഷൻ വരാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഇവിടെയാണ് സൈക്കോളജി. ഒരു നല്ല ഹല്ലേലൂയ പറയാല്ലേ, ഒരു ഹല്ലേലൂയ പറയാല്ലേ. ഒന്ന് വായിച്ചേ. നിങ്ങൾ വ്യസനിക്കേണ്ട. നമ്മുടെ കയ്യിൽ ചില വ്യക്തികളെ ഏൽപ്പിക്കുമ്പോൾ ഇനി പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ അടങ്ങൂ എന്ന വല്ലാത്ത അധമ ചിന്ത ഇന്ന് ഇവിടെ വെച്ച് ഉടച്ചു കളയണം. ആർ യു റെഡി? ചില വാശിപ്പുറത്തൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാറേ ഞാൻ 2 ചോദിക്കാതെ വിടില്ല, ഞാൻ ആരാന്ന് അവനൊന്ന് അറിയണം. അപ്പോഴേ എനിക്ക് മനസ്സിലായി ജോസഫിന്റെ അടുത്ത് പോലും വന്നിട്ടില്ല. ചിലരുടെ മുഖം നോക്കുമ്പോൾ ഈ പറഞ്ഞ വ്യക്തികൾ അനിയന്മാരും അനിയത്തിമാരായിട്ടിരിക്കുന്ന കണ്ടു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആ ഭാഗത്തുനിന്ന് മാറാം. നമുക്കൊരു നല്ല മൈൻഡ് വളർത്തിയെടുക്കാം. വിഷമിക്കേണ്ട, വിഷമിക്കേണ്ടെന്നേ, വ്യസനിക്കേണ്ടെന്നേ. അടുത്ത വാക്കുള്ളത് ശ്രദ്ധിച്ചേ. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. ഒന്നുകൂടെ വായിച്ചെല്ലാവരും. വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ ബൈബിളിൽ 3 ടൈപ്പ് രക്ഷയുണ്ട്. സോളിന്റെ രക്ഷ, അതാണ് ഇവിടെ പറയുന്നത്. 2 സ്പിരിറ്റിന്റെ രക്ഷ. സോൾ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, ജീവന്റെ രക്ഷ. സ്പിരിറ്റ് എന്ന് പറയുന്നത് ആത്മാവിന്റെ. 3 സോമ, ശരീരത്തിന്റെ രക്ഷ. അതിലൊരു രക്ഷയ്ക്ക് വേണ്ടിയാ ഇവനെ അയച്ചിരിക്കുന്നെന്ന്. നമ്മളെ കഷ്ടതയിലൂടെ അക്കരെ ഭാഗത്തേക്ക് മാറ്റി നിർത്തുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ പറയണം, അവരുടെ ജീവരക്ഷയ്ക്ക് ആ സീമാതീത വലുപ്പത്തിന്റെ 1000 കിലോമീറ്റർ അപ്പുറത്തോടെ ചിലർ യാത്ര ചെയ്യുന്നുണ്ട്. അവരുടെ നോട്ടം കണ്ടാൽ അറിയാം ഞാൻ ഈ വഴി അല്ല സാറേ വരുന്നതെന്ന്. നിങ്ങളുടെ കാര്യമല്ല പറയുന്നത് കേട്ടോ, നിങ്ങളുടെ ഇടയിലിരിക്കുന്ന ചില വ്യക്തികളുടെ കാര്യം മാത്രമാണ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾക്ക് പണങ്ങേണ്ട കാര്യമില്ലല്ലോ. ഈ പറഞ്ഞതിൽ ആരാണ് ഞാൻ? യൂട്യൂബിൽ കൂടെ കേൾക്കുന്ന പല കുടുംബങ്ങളിലും ഇന്ന് ഈ കെട്ടഴിയും.
വിവിധ രാജ്യങ്ങളിൽ കെട്ടുകൾ അഴിയും. ഇവിടെ വന്നിരിക്കും മുമ്പ് ഒരു വലിയ ഇരുന്നിട്ടാ വരുന്നേ. ഉറപ്പുണ്ടോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ധൈര്യമായി പറയാൻ പറ്റുമോ? ഉവ്വ്. തോറ്റുപോകാത്ത സ്നേഹത്തിന്റെ ദയയുടെ സീമാതീത വലിപ്പ പ്ലാറ്റ്ഫോമിലേക്ക് ഞാനൊന്ന് കയറി നിൽക്കട്ടെ. എന്റെ കെട്ടുകൾ അഴിയുന്നതല്ല, മാത്രമല്ല അവരുടെ കെട്ടുകളും കൂടി അഴിയും. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? സോളിന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്നെ ദൈവം ഉപയോഗിക്കുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഇപ്പൊ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവന് കൊടുത്ത കുഴിയിൽ കിടക്കുമ്പോൾ ഈ വാക്ക് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? വലിയ രക്ഷയാണ്. കേട്ടില്ല? കുഴിയിൽ കിടക്കുമ്പോൾ നമ്മൾ പറയാണ് ഇതിങ്ങനെ പരിപാടി ദൈവത്തിനുണ്ട്. അത് പറയുമ്പോൾ ഇദ്ദേഹം എന്ന് പറയും, പിന്നെ ഈ കുഴിയിൽ കിടക്കുന്നത് വലിയ രക്ഷയാണ്. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഇദ്ദേഹം എന്ന് പറയും, പിന്നെ സൂപ്പർ രക്ഷയല്ലേ കാരാഗ്രഹത്തിൽ. പക്ഷെ തമ്പുരാന്റെ വായനയിൽ വന്നു ചേരാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? എന്നെ നോക്കി തമ്പുരാൻ വായിക്കുന്ന ആ വായനയിൽ വന്നു ചേരാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഒന്ന് കൈ ഉയർത്താൻ പറ്റുമോ? കർത്താവ് എന്നെ നോക്കി വായിക്കുന്ന ഭാവി വായനയിലേക്ക് ഞാനൊന്ന് ഉയർന്നു വരട്ടെ എന്ന് ചിന്തിക്കുന്നവർ, ഭാവി വായനയിലേക്ക് ഞാനൊന്ന് ഉയർന്നു വരട്ടെ എന്ന് ചിന്തിക്കുന്നവർ കൈ ഒന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞ് ആരാധിച്ചാൽ. ഈ മെസ്സേജ് പറയുമ്പോൾ ദൈവന്റെ അകത്ത് ചില വാക്കുകൾ തന്നിട്ടുണ്ട്. ആ തന്ന വാക്കുകളാണ് ഞാൻ പറയുന്നത് ഇവിടെ. പ്രൈസ് ദ ലോർഡ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എൻ്റെ യേശു എന്നെ വായിക്കുന്ന ഭാവി വായനയിലേക്ക് പാദമൊന്ന് വെക്കാൻ ഞാൻ ഇന്ന് തയ്യാറാകുകയാണ്. തയ്യാറായാൽ ഇന്ന് ഇവിടെ വെച്ച് ആ കെട്ടഴിയുന്നത് ആരംഭിക്കുക. കഴിഞ്ഞിട്ടില്ല, ഇനി വായിക്കണം അടുത്ത ചില പോയിന്റുകൾ കൂടെ. ആകയാൽ നിങ്ങളല്ല, ദൈവം അത്രേ എന്നെ ഇവിടെ അയച്ചത്. അടുത്തത്, അവൻ എന്നെ ഫറവോന് പിതാവും. എന്ത്? ഫറവോന് പിതാവും. ഈ കൊച്ചു തെറ്റിച്ചാണോ വായിക്കുന്നത്? ഫറവോന്റെ അപ്പനോ? എന്താ അബ്രഹാം ഈ പറയുന്നത്? അബ്രഹാമിന്റെ കൊച്ചുമോന്റെ കാര്യമല്ല ഈ വായിക്കുന്നത്. ശരിയാണോ? ഈ ദൈവദാസി തെറ്റൊന്നും വായിച്ചിട്ടില്ല, കറക്റ്റാണ്. ഫാദർ ഓഫ് ഫറോവ, അപ്പോപ്പിയുടെ അപ്പനാക്കി കൊണ്ടുവരുന്നൊരു പ്രോഗ്രാം ഇടയച്ചെറുക്കിനെ കുറിച്ച് ദൈവത്തിനുണ്ടോ? ഒരു ഹല്ലേലൂയ പറയാൻ എത്ര പേർക്ക് പറ്റും? ഒരു ഹല്ലേലൂയ പറയാൻ എത്ര പേർക്ക് പറ്റും? സന്തോഷത്തോടെ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാമോ? ഫറവോൻ അപ്പോപ്പിയുടെ അപ്പനാക്കി മാറ്റുന്ന വലിയൊരു പ്രൊജക്റ്റ് ജോസഫിന്റെ നേരെ ദൈവത്തിനുണ്ടോ? ഉണ്ടോ? ഉറപ്പുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാൽ, ഉറപ്പുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാൽ, സാമ്രാജ്യ അധിപന്റെ അപ്പനാക്കി ഉയർത്തുന്നൊരു പ്രോഗ്രാം എന്റെ ദൈവത്തിനുണ്ടെന്ന് ഒന്നിച്ച് പറഞ്ഞ എല്ലാവരും. ഫറവോ അപ്പോപ്പിയുടെ അഥവാ മിസ്രയീം സാമ്രാജ്യത്തിന്റെ സാമ്രാജ്യ അധിപന്റെ അപ്പനാക്കിയിട്ടാണ് സ്വപ്നം കൊടുത്തിരിക്കുന്നത്. ഹൗ ക്യാൻ വി എക്സ്പ്ലെയിൻ? വർണ്ണിച്ചു തീരാൻ പറ്റാത്ത അതീവ ചിന്തയാണ് ഇവിടെ എന്നെ ഭരിക്കുന്നത്. സന്തോഷമുണ്ടെങ്കിൽ ധൈര്യമായി ഒന്ന് കൈയടിച്ച് പറഞ്ഞേ, അതെന്റെ ചരിത്രത്തിന്റെ വഴിമാറ്റമാണ്. ഒരു പുതിയ വഴി വെട്ടുകയാണ്, ഒരു പുതിയ വഴി വെട്ടുകയാണ്, വഴി വെട്ടുകയാണ്. കരഞ്ഞ് കരഞ്ഞ് തീരേണ്ടവനല്ല, കരഞ്ഞ് കരഞ്ഞ് തീരേണ്ടതല്ല, നിരാശയിൽ പതിക്കേണ്ടതല്ല. അധമ മണ്ഡലത്തിൽ നിന്ന് ഉത്തമ മണ്ഡലത്തിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് എന്റെ ദൈവം നിന്നെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വാക്കൊന്ന് വായിച്ച മോളെ. അവൻ എന്നെ ഫറവോന് പിതാവും അവന്റെ ഗൃഹത്തിനൊക്കെയും യജമാനനും. എന്താ ഈ മോള് തെറ്റിച്ച് വായിക്കുന്നത്? ഫറവോന്റെ ഗൃഹത്തിനൊക്കെ യജമാനനോ? ആ കൊച്ചു നല്ല ധൈര്യത്തിലാണ് വായിക്കുന്നത്, തെറ്റിയിട്ടില്ലെന്ന് അവൾക്കറിയാം. എന്ത് ഊറ്റൻ ശബ്ദത്തിൽ ഊറ്റൻ ശക്തിയിലാണ് വായിക്കുന്നല്ലേ? അതേ ശക്തിയിൽ നമ്മളൊന്ന് വായിച്ചു നോക്കിയേ, ഒന്ന് വായിച്ചു നോക്കിയേ.
നിന്ദിച്ച നിങ്ങൾ അറിയണം, ഓടിപ്പിച്ച നിങ്ങൾ അറിയണം, വിറ്റ നിങ്ങൾ അറിയണം, ഉറ്റവരെല്ലാം ഒറ്റിക്കൊടുത്ത നിങ്ങൾ അറിയണം. എൻ്റെ ദൈവം സാമ്രാജ്യത്തിന്റെ അധിപനെ അപ്പനാക്കിയും അവരുടെ ഗ്രഹത്തിന്റെ യജമാനനാക്കിയും ഉയർത്താൻ വേണ്ടി ആയിരുന്നു ഈ കഷ്ടങ്ങളെല്ലാം സഹിച്ചത്. ഇവിടെയാണ് ഒരു ചോദ്യം. ഫൈനൽ കാണാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഫൈനൽ കാണാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? കഷ്ടതയുടെ ഫൈനൽ എന്താണ്? ഇന്ന് രാവിലെ ഞാൻ ക്ലാസ് എടുത്ത് പറഞ്ഞിരുന്നു, ജോബ് ബിഫോർ ട്രയൽ അല്ലേ, ദ ഫൈനൽ പൊസിഷൻ ഓഫ് അഫ്ലിക്ഷൻ. ഇന്ന് എത്ര പേർക്ക് ഉയർന്നു ചിന്തിക്കാം, എൻ്റെ കഷ്ടതയുടെ ഒടുക്കം ഞാൻ പുഞ്ചിരിച്ചിരിക്കുന്ന ഒരു ഭാവി ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതാ യിരെമ്യാവിൽ പറയുന്ന ഭാവിയെ നോക്കി പുഞ്ചിരിപ്പീൻ. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ദൈവാത്മാവ് എന്നെ നിർബന്ധിക്കുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടേ പ്രാർത്ഥിക്കുള്ളൂ. വായിച്ചീൻ. ദൈവം അത്ര എന്നെ ഇവിടെ അയച്ചത്. യജമാനനും നിങ്ങൾ ബന്ധപ്പെട്ട് എന്റെ അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടത്, യജമാനനും മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയുമാക്കിയിരിക്കുന്നു. നിങ്ങൾ ഇവിടെ ഉണ്ടോ? ചരിത്രത്തിലെ ഒന്നാമത്തെ സാമ്രാജ്യത്തിന്റെ കേന്ദ്രമാണ് മിസ്രയീം. അതിന്റെ അധിപതിയായി ഉയർന്നിരിക്കുക. ചിന്തിക്കാൻ പറ്റുമോ ഇദ്ദേഹത്തിന്? ചിന്തിക്കാൻ പറ്റുമോ? ഇപ്പൊ നമ്മുടെ ജോസഫിന്റെ ബ്രദർ രൂപൻ ഫോൺ നമ്പർ കിട്ടിയിട്ട് വിളിക്കാന്ന് വിചാരിക്കുക. കേട്ടില്ല. രൂപൻ ആരെ വിളിക്കുകയാണ്? ഹലോ ജോസഫ്, ഹൗ ആർ യു? ജോസഫ് എന്ത് പറയും? ഞാനിപ്പോഴേ ഫറവോന്റെ അപ്പനാ. കേട്ടില്ല. ഞാനിപ്പോ ആരാ? എടാ മോനെ, മണ്ടത്തരം വിളിച്ച് പറയല്ലേ, കിട്ടി ചാൻസ് ഒന്ന് കളയുന്ന. അല്ലെന്നേ, ഞാൻ ഫറവോന്റെ അപ്പനാ. പോരാ, പിന്നെ അവന്റെ സർക്കാരിന്റെ ഗ്രഹം ഉപയോഗിക്കുന്ന വാക്ക് ആ അനുപ്പത്തി ഉപയോഗിക്കേണ്ടതുണ്ട്. അവന്റെ സർക്കാരിന്റെ മാസ്റ്ററാണ് ഞാൻ. പോരാ, അത് കഴിഞ്ഞ് ഈ കാണുന്ന മിസ്രയീം രാജ്യത്തിന്റെ മൊത്തം അധികാരി ഞാനാ. വിശ്വസിക്കാൻ പറ്റുമോ? ഒന്ന് ചിന്തിച്ചേ, വിശ്വസിക്കാൻ പറ്റുമോ? ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? എന്നാൽ ഇത്ര വലിയൊരു ദർശനം ലഭിക്കേണ്ടതിന് വേണ്ടി 2 സ്വപ്നം തുടക്കത്തിൽ 17-ാമത്തെ വയസ്സിൽ കൊടുത്തപ്പോൾ അവിടെ മുതലാണ് യാക്കോബിന്റെ വംശപാരമ്പര്യം ആരംഭിക്കുന്നത്. ഒരു ഹല്ലേലൂയ ഉറക്കെ പറയാം, ഒരു ഹല്ലേലൂയ ഉറക്കെ പറയാം. അങ്ങനെ ഒരു വേറിട്ട ആരംഭം ഇന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ദൈവത്തിന്റെ കണ്ണിൽ ഞാൻ ആരായിരിക്കുന്നു എന്ന വേറിട്ട ആരംഭം എൻ്റെ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കാഴ്ച എനിക്ക് ലഭിക്കണമെന്ന് താല്പര്യമുള്ളവർ എത്ര പേരുണ്ട്? നിങ്ങൾ ഒരു നിമിഷം ധ്യാനിച്ച് ദൈവത്തോടെന്ന് പറഞ്ഞ്, അങ്ങനെ ഒരു മെന്റൽ സൈറ്റ് എനിക്ക് വേണം എന്ന് ആഗ്രഹമുള്ളവർ. ദർശനം എന്നതിൻ്റെ, വിഷൻ എന്നതിൻ്റെ എബ്രായ വാക്കുകൾ ഞാൻ ഇതിൻ്റെ കുറിച്ചിട്ടുണ്ട്. അതിലൊരു വാക്കിൻ്റെ അർത്ഥമാണ് മെന്റൽ സൈറ്റ്. ഇന്ന് രാത്രി ആ കൈയൊന്ന് മലർത്തി ഒന്ന് ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചേൻ. ആ മനസ്സിൽ ഒരു വലിയ കാഴ്ച എനിക്ക് ലഭിക്കണം ദൈവമേ. അങ്ങയുടെ കണ്ണിൽ ഞാൻ വായിച്ചെറിയുന്ന കാഴ്ച അത് കണ്ടാൽ മതി, അത് കണ്ടാൽ മതി, എനിക്ക് അത് കണ്ടാൽ മതി. അങ്ങയുടെ കണ്ണിൽ എന്നെ വായിച്ചെറിയുന്ന ഭാവി കാഴ്ച, ആ സൈറ്റ്, ആ വിഷൻ, ആ മെന്റൽ സൈറ്റ് എനിക്കൊന്ന് ലഭിച്ചാൽ മതി. വലിയ പ്രതിസന്ധിയുടെ കെട്ടിന്ന് രാത്രി അഴിയുമെന്ന് ഉറപ്പുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. കരമടിച്ച് എല്ലാവരും ഒന്നിച്ച് ദൈവത്തെ വാഴ്ത്തിയാട്ടെ. ജംദൽ പ്രൗഢലബടബൽ കടകാദൈഡ ഇഷാബാല ഹസ്തജലൗഷ് ജൂഡബൽ കൈഡലേത്തിനായിഷ്
നമ്മുടെ ചിന്തയുടെ ഒരു ഭാഗത്തൂടെ പോലും ഇത് പോയിട്ടില്ല. ഒരു ഭാഗത്തോട് പോലും ഇത് പോയിട്ടില്ല. പക്ഷെ ദൈവമാരേ ഇന്ന് രാത്രി ചില വ്യക്തികളുടെ ടേണിംഗ് പോയിന്റ് ആണെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്? അധമമായ തടവിൽ നിന്ന് ഉത്തമമായ പ്ലാറ്റ്ഫോമിലേക്ക് പാദമൂന്നാനുള്ള തുടക്കമാണ് ഇന്നെന്ന് അറിയുന്നവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് പറ. ഇതുവരെ ദൈവം ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ തുടക്കമായിരുന്നെന്ന ബോധ്യം ഇന്ന് രാത്രി വന്നതിനാൽ ഇനി പ്രതിസന്ധികളിൽ ചിരിക്കുകയാണ്, പ്രതിസന്ധികളെ ആനന്ദിക്കുകയാണ്, കഷ്ടതയിൽ ആനന്ദിക്കുകയാണ്. തികച്ചും ആനന്ദത്തിലാണ് ഞാൻ, തികച്ചും ആനന്ദത്തിലാണ് ഞാൻ. ഐ വിൽ എൻജോയ് വിത്ത് മൈ ജീസസ്. ഞാൻ യേശുവിൻ്റെ കൂടെ സന്തോഷിക്കുമെന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? നിങ്ങൾക്ക് ഈ ദൂതിൻ്റെ മുൻപാകെ ഒരു വിടുതൽ നിശ്ചയമായി ബോധ്യം വന്നു, അതെനിക്കാണ് വേണ്ടത് എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കൈകൾ മലർത്തിയോ ഉയർത്തിയോ കൂപ്പിയോ, അതൊക്കെ നിങ്ങളുടെ താല്പര്യപ്രകാരം. നാം വരുന്നത് ദൈവത്തിൽ നിന്നൊരു ആശ്വാസം പ്രാപിക്കാനാണ്, നമ്മുടെ നാഥനിൽ നിന്നൊരു വിടുതൽ അനുഭവിക്കാനാണ്. ഇന്ന് കേട്ട ദൂതിൻ്റെ അകവശം കണ്ണുള്ളവർ കാണട്ടെ, ദൈവത്തോടൊപ്പം ജീവിക്കുന്ന ചിന്തിക്കുന്നവർ കാണട്ടെ. എൻ്റെ ദൈവം ഒരു ഓപ്പണിംഗ് ഇവിടെ നടത്തുകയാണ്, ഒരു പെക്കക്കോക്ക് നടത്തുകയാണ്. പ്രാർത്ഥിക്കാനൊരു അവസരം എൻ്റെ ദൈവം എനിക്കിപ്പോൾ തന്നിരിക്കുകയാണ്. ദൈവം തന്ന ഈ അവസരത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉറപ്പുള്ളവർ മാത്രം പ്രാർത്ഥിച്ചാട്ടെ, എന്നോടുകൂടെ ഉറപ്പുള്ളവർ പ്രാർത്ഥിച്ചാട്ടെ, ഉറപ്പുള്ളവർ പ്രാർത്ഥിച്ചാട്ടെ. കാലങ്ങളായി കരഞ്ഞ് 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 കരിഞ്ഞു പോകുന്ന ഹൃദയമല്ല, കരഞ്ഞവർക്ക് ഒരു മറ്റ് പ്ലാറ്റ്ഫോം ഒരുക്കുന്ന ദൈവമാണ് എന്നറിയുന്നവർ കൈയടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. കരഞ്ഞ് കരഞ്ഞ് തീരുന്നതല്ല, നീ കരിഞ്ഞ് കരിഞ്ഞ് തീരുകയല്ല, മൊരിഞ്ഞ് മൊരിഞ്ഞ് അവസാനിക്കുകയല്ല, പൊരിഞ്ഞ് പൊരിഞ്ഞ് അവസാനിക്കുകയല്ല. ഒരു പുത്തൻ പ്ലാറ്റ്ഫോമിലേക്ക് അധമ തലത്തിൽ നിന്ന് കയറ്റിക്കൊണ്ടുവരികയാണ് ദൈവം. അങ്ങനൊരു ചിന്തയിലേക്ക് എന്റെ ദൈവം ഉയർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം കൈയടിച്ച് പ്രാർത്ഥിച്ചാട്ടെ. വിശ്വസിക്കുന്നവരെല്ലാം പ്രാർത്ഥിച്ചാട്ടെ. തീർത്തു, ഇനി തീരുകയാണ്, അവസാനിക്കുകയാണ് എന്ന് കുത്തിട്ട സ്ഥലത്ത് ധൈര്യമായ കുത്തിന്റെ താഴെ ഒരു കോമയിട്. തീർന്നിട്ടില്ല, സെമിക്കോളനിട്. കുത്തല്ല, ഇനി എഴുതാനുണ്ട് എന്റെ ദൈവത്തിന്, ഇനി എഴുതാനുണ്ട്. ഉറപ്പുള്ളവർ മാത്രം കൈയടിച്ച് ആരാധിച്ചാൽ. എനിക്കിനി എഴുതാനുണ്ട്, എൻ്റെ ദൈവത്തിന് എന്നെ കുറിച്ച് ഇനി എഴുതാനുണ്ട്. ചില കാര്യങ്ങൾ നിന്നെ കുറിച്ച് ഇനിയും വെളിപ്പെടുത്താനുണ്ട്, ഇനിയും വെളിപ്പെടുത്താനുണ്ട്, ഇനിയും വെളിപ്പെടുത്താനുണ്ടാനുണ്ട്, ഇനിയും വെളിപ്പെടുത്താനുണ്ട്. ഷുഡബല ഭക്ഷല ബൗഡല കടകാതൈഡ രക്ഷപടബൽ കടകാതൈഡ ജാനക ജഗദീഷ്. വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാണ്. ആരാധിച്ച് മടുക്കുന്നവരല്ല നമ്മൾ, ആരാധിച്ച് ഉദിച്ചുയരുന്നവരാണ് നമ്മൾ, ഉദിച്ചുയരുന്നവരാണ് നമ്മൾ. ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പറയണം, ഉവ്വ് നാഥ,
നീ തന്ന ഉറപ്പിന്റെ അകത്തുണ്ട്. ഇവിടെ വന്നപ്പോൾ ഉറപ്പില്ലാതെ വന്നേ, അറച്ചറച്ച വന്നേ, വിറച്ച് വന്നേ. എന്നാൽ ഇപ്പോൾ എന്റെ ദൈവം എനിക്ക് ഉറപ്പ് തന്നിരിക്കുന്നു. വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തെ സ്തുതിച്ചാട്ടെ, ശക്തമായി ദൈവത്തെ ആരാധിച്ചാട്ടെ. നിന്റെ ശരീരത്തെ തളർത്തിക്കൊണ്ട്, മനസ്സിനെ തളർത്തിക്കൊണ്ട്, ജീവിതത്തെ തളർത്തിക്കൊണ്ട്, ജോലിയെ തളർത്തിക്കൊണ്ട്, ആശകളെ ഇതാ തളച്ചിട്ടുകൊണ്ട് കരിഞ്ഞ മുഖത്തോട് നീ വരണമെന്ന് ലോകം ആഗ്രഹിക്കുമ്പോൾ വിരിഞ്ഞ തേജസ്സോടെ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ അധമ തലത്തിൽ നിന്ന് വലിക്കുകയാണ് യേശു, വലിച്ചെടുക്കുകയാണ് നിന്നെ. അത് ചർച്ച് കാണുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? നിന്റെ അയൽവാസി അറിയുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? നിന്റെ കുടുംബം അറിയുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? നിന്റെ ഓഫീസ് അത് അറിയുമെന്നേ. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ഒരു പാട്ടുപാടി ആരാധിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ. സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ അരികിൽ വരാൻ അനുവാദം തന്നതിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. അയോഗ്യരായ ഞങ്ങൾക്ക് പുത്രന്റെ ചോരയാലുള്ള യോഗ്യത തന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഒരു യോഗ്യതയും അങ്ങയുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾക്കില്ലാതിരുന്നപ്പോൾ പുത്രന്റെ രക്തത്താൽ വലിയ കഴുകൾ തന്ന് അപ്പാ പിതാവേ എന്ന് വിളിപ്പാൻ അവകാശം തന്നതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്ത് ആരാധിക്കുകയാണ്. ഞങ്ങളുടെ ഭാവി കൃത്യമായി വായിച്ചറിയുന്ന ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിക്കുകയാണ്. തളർന്ന് വീഴുമ്പോൾ ഉയർത്തി കൊണ്ടുവന്ന് ലോകത്തിൽ യോസഫിനെ ഒരു രാജ്യത്തിന്റെ, ഒരു സാമ്രാജ്യത്തിന്റെ, ഒരു രാജാവിന്റെ, ചക്രവർത്തിയുടെ അപ്പനാക്കി, യജമാനനാക്കി ഉയർത്തിയ വലിയ തലത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ കാണട്ടെ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ഉയർത്താൻ പോകുന്ന ഭാഗങ്ങൾ. അതിന് അവസരം തന്നതിനാൽ സ്തോത്രം കർത്താവേ. ശുഡബല ഹസ്തജലൗഷ് പഴി പറഞ്ഞ്, മൊഴിമാറ്റം പറഞ്ഞ് ആരാധനയ്ക്ക് വന്നവരുടെ മൊഴി ഇന്ന് മാറ്റുന്ന ദൈവത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. പഴിച്ച് ദുഷിച്ച് ഇല്ലാതാക്കുന്ന ഈ രംഗം വന്നപ്പോൾ മതി കർത്താവേ എന്ന് പറഞ്ഞു വന്നവരുണ്ട് ഇതിനകത്ത്. കർത്താവ് അതറിയുന്നു. അവർക്കും ഒരു പുതിയ വഴി ഈ രാത്രി ഓപ്പൺ ചെയ്യുന്നതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. കൃപാവരങ്ങളിലൂടെ, വലിയ ബന്ധനം അഴിക്കുന്നതിലൂടെ എൻ്റെ ദൈവം ഈ രാത്രി ചില ജീവിതങ്ങളെ സഹായിക്കുന്നു. അങ്ങ് തന്ന ഞങ്ങൾക്കുള്ള അധികാരത്തിൽ ഇവിടെ വെച്ച് കെട്ടുമ്പോൾ സ്വർഗത്തിൽ കെട്ടുമെന്നും ഇവിടെ വെച്ച് അഴിക്കുമ്പോൾ സ്വർഗത്തിൽ അഴിക്കുമെന്നും കർത്താവ് പറഞ്ഞ അങ്ങയുടെ വചനപ്രകാരം ജീവിതങ്ങളുടെ കെട്ടുകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അഴിച്ചു മാറ്റുകയാണ്. നിയമത്തിന്റെ ബന്ധനത്തിൽ കുരുങ്ങിയ വ്യക്തിയുടെ കെട്ട് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അഴിക്കുകയാണ്. ഉടബാലബാലകഷ് റംബൽ ക്രൗണ്ടലബകടബകദഷ് നിയമത്തിന്റെ ബന്ധനത്തിൽ അകപ്പെട്ട വ്യക്തിയുടെ കെട്ട് ദൈവത്തിന്റെ പുത്രന്റെ നാമത്തിൽ
യേശു ക്രിസ്തുവിന്റെ അതുല്യ നാമത്തിൽ ഈ നിമിഷം ഞങ്ങൾ ഒരുമിച്ച് അഴിച്ചു മാറ്റുകയാണ്. ഈ മാസത്തിൽ അതിന്റെ റിസൾട്ട് ഇവിടെ കേൾക്കാൻ പോകുന്നതിനാൽ സ്തോത്രം കർത്താവേ. കരമുയർത്തി കഠിന വേദനയോടിരിക്കുന്ന ചില ജീവിതങ്ങളുടെ അകത്തെ മണ്ഡലത്തിൽ അവസാനിച്ചല്ലോ എന്ന് പറഞ്ഞു വന്നവരുടെ കെട്ടും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അഴിച്ചു മാറ്റുകയാണ്. സ്വർഗം അത് ചെയ്തതിനാൽ സ്തോത്രം. പാസ്റ്ററേയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അധികമായി ദൈവം അവരെ ഉപയോഗിക്കണമേ. സഭയിലുള്ള എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങൾക്കും ഈ ഉപവാസ പ്രാർത്ഥന അതുല്യമായൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നതിനാൽ സ്തോത്രം. വിലപ്പെട്ട മാറ്റങ്ങളിലേക്ക് ജീവിതങ്ങളെ നയിക്കാൻ പോകുന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാ കുടുംബാംഗങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു അനുഗ്രഹമാകട്ടെ. ഇന്ന് രാത്രി ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ എല്ലാ യാത്രകളിലും വലിയ കാവൽ നൽകണമേ. നാളത്തെ ആരാധനയിലും വലിയ സന്തോഷം നൽകണമേ. സകല മഹത്വം അങ്ങെടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.